Hello, dear friends. Welcome back to yet another episode of Wit Talks, powered by Tiaro. കൊമ്പൂച്ച. നമ്മൾ കഴിഞ്ഞ മദ്യപാനത്തിന്റെ എപ്പിസോഡിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയി പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡിൽ ഇതിനെപ്പറ്റി ചുരുക്കമായിട്ട് പറയുന്നത് പ്രോബയോട്ടിക് ആണ് അല്ലേ. അപ്പോൾ ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, അനീഫിക്ക. അല്ല, ഇന്ന് നമുക്ക് ഇൻട്രൊഡക്ഷൻ വേണ്ടാത്ത സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, ശരത് ജോയ്. ഇതാരോ ഞാൻ തന്നെ എപ്പിസോഡിൽ ഇതാരോ എന്ന യൂട്യൂബ് ഫാമിലിയോട് ചോദിക്കേണ്ട കാര്യമില്ല. യൂട്യൂബിൽ ശരത്ത് എന്തായാലും പോപ്പുലർ ആയിരിക്കും, ഇൻസ്റ്റാഗ്രാമിലും. ശരത്തിന് നമ്മൾ വിളിച്ച എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് എങ്ങനെ നന്നാക്കാം അതിനെ കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ടോപ്പിക്കാണ്, ഒരു സാധാരണക്കാരന് യൂട്യൂബ് കരിയർ ആക്കാൻ പറ്റുമോ? മുമ്പ് എനിക്ക് നോർമൽ ആൾക്കാരായിരുന്നു മുമ്പ് യൂട്യൂബ് യൂസ് ചെയ്തിരുന്നത്. ഏറ്റവും മുമ്പ് അങ്ങനെയുള്ള ഒരു മീഡിയ അങ്ങനെ മറ്റാൾക്കാരായി എന്നുള്ളതാണോ പറയുന്നത്? കാർത്തിക് സൂര്യ പോലുള്ളവരാണോ ഉദ്ദേശിച്ചത്? എല്ലാവരും ഉദ്ദേശിച്ചത് ഞാൻ ഇന്ത്യയിലെ ക്രിയേറ്റേഴ്സിനെയാണ് ഉദ്ദേശിച്ചത്. ഇന്ത്യൻ ക്രിയേറ്റേഴ്സ് ഹിന്ദിയിലൊക്കെ ഉള്ളവരൊക്കെ. മലയാളീസിൽ ബ്രാൻഡ് ഉണ്ട്, കാർത്തിക് സൂര്യ ബ്രാൻഡാണ്. ശരത് ജോയിയുടെ അഭിപ്രായത്തിൽ ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും നല്ല യൂട്യൂബറാണ് ഞാൻ. അതുകൊണ്ടാണ് നമ്മൾ വിളിച്ചത്. രണ്ടാമത്തെ ഇഷ്ടപ്പെട്ട യൂട്യൂബർ നമ്മുടെ കണക്കിൽ നമ്മളാണ് കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ്. നമ്മളാണ് ബെസ്റ്റ് നമ്മൾ വിചാരിക്കണം. ഷാറുഖാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്. ബെസ്റ്റ് ആക്ടർ പ്രശ്നം എന്ന് വെച്ചാൽ സന്തോഷ് പന്തിട്ടും അതാണ് വിചാരിക്കുന്നത്, മനസ്സിലല്ലേ? ഇപ്പം അലിൻ ജോസ് പെരേരയും പറയുന്ന അവനാണ് ബെസ്റ്റ് മൂവി. അതുകൊണ്ടാണ് അവരെന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മോശം തോന്നിയ പിറ്റേ ദിവസം നമ്മൾ നിർത്തൂല്ലേ? നമ്മളിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ജോൺചേട്ടൻ മോശം ഒന്നും നമ്മളതിനെ നിർത്തണേ. നിങ്ങൾ മോശം തന്നെ, നമ്മളെ ഞാൻ നിർത്തിയിട്ടില്ല. എന്റെ ചിന്തയിൽ ഞാൻ കൊള്ളാം. നമ്മുടെ കളക്റ്റീവ് അടി എവിടെ നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇന്ന് ശരത്തിനെ അടിക്കാം, അല്ല ശരത്തിനോട് സംസാരിക്കാം. നിങ്ങൾ വിളിച്ചാൽ ശരത്ത് വന്നേനെ, പക്ഷെ വിളിച്ചാൽ ഞാനാണ് ഉദ്ദേശിച്ചത്. എന്റെ കുറെ നാളത്തെ മെയിൻ പരിപാടി ഇതൊക്കെയാണ്. യൂട്യൂബേഴ്സിനെ കമ്പനി അടിക്കുക, അവരെ നമ്മുടെ വ്യൂസ് എങ്ങനെയൊക്കെയാണ് അപ്ലിഫ്റ്റ് ചെയ്ത് നമ്മുടെ മെയിൻ ഉദ്ദേശം. നമുക്ക് പരക്കെ വ്യൂസ് കുറവാണെന്ന് നമുക്ക് തോന്നലുണ്ട്. സാധാരണ മാറ്റണം. ഇത്ര പോലും കിട്ടാതില്ല, ഇത് കിട്ടിയതിലായി. അല്ല, ഞാൻ ചേച്ചിക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു കുക്കിംഗ്. അങ്ങനെ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം. ലൈക്ക് യൂട്യൂബ് അത്ര യൂസ് ചെയ്യാറില്ല. ചേച്ചിയുടെ ചാനലിൽ നമ്മൾ വിചാരിച്ചത് കിട്ടുന്നു, വ്യൂ വരുന്നു, പൈസ, അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. ഇട്ടിട്ട് എന്ത് ചെയ്താ ഫസ്റ്റ് ടൈം കുറച്ച് വ്യൂസ് വരും, പിന്നെ അങ്ങോട്ട് കയറുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടും, ആ ഒരു തോട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതങ്ങനെ പോയി. അപ്പൊ നമ്മൾ വ്യൂസ് കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് ഡെയിലി വീഡിയോസിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് വരും. ഡോണ്ട് ചേസ് സാധനല്ലേ ഞാൻ പറയുന്നില്ല. ഡ്രീംസിനെ ചേസ് ചെയ്യാൻ സക്സസ് പുറകെ വരും. അപ്പൊ ശരിക്കും യൂട്യൂബ് തുടങ്ങണം ആഗ്രഹിച്ച അങ്ങനെ ചുമ്മാ ഇട്ടിട്ട് എപ്പോഴാ തുടങ്ങിയത്? ഞാൻ യൂട്യൂബർ ആവണമെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നൊന്നുമല്ല. അല്ല, ഞാൻ വീട്ടിൽ കഴിഞ്ഞ് 1 year പഠിപ്പിച്ചായിരുന്നു. വീട്ടിൽ കഴിഞ്ഞ് ഞാൻ 1 year വർക്ക് ചെയ്തു, ഒരു പ്രൊഡക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തപ്പോ ഷിഫ്റ്റും ഇതൊക്കെ കഴിഞ്ഞപ്പോ നമുക്ക് ഒരു ജോലി സെറ്റ് ആവുന്നില്ല. പിന്നെ ഫുള്ള് ഷിഫ്റ്റ് നമുക്ക് വിചാരിക്കുന്ന ടൈം അങ്ങനെ ഓഫൊന്നും കിട്ടില്ല. ലൈക്ക് അവരുടെ ഒരു ഇതിലാണല്ലോ. അപ്പൊ
അപ്പൊ ഞാൻ വിചാരിച്ച് ഇതൊന്നും ഇടുന്നിട്ട് ഇങ്ങോട്ട് പച്ച പിടിക്കില്ല. പിന്നെ കമ്പനിയിലാണെങ്കിൽ ഫുള്ള് ചേട്ടന്മാര് പെൺപിള്ളേരേ ഇല്ല. അപ്പൊ ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് CS IT ആ ഒരു ഫീൽഡ് പിടിക്കാന്ന് വിചാരിച്ചു. മെക്കാനിക്കല് ഞാൻ അറിയാണ്ട് ഒന്ന് പെട്ടതാ. CS എനിക്ക് കിട്ടിയതായിരുന്നു. പക്ഷെ നാട്ടുകാരെല്ലാരും എന്നോട് പറഞ്ഞു മെക്കാനിക്കൽ എടുക്കാൻ സൂപ്പർ എവർഗ്രീൻ ആണെന്ന് അല്ലല്ല ഡാഡി മിലിറ്ററി ആയിരുന്നു. കുപ്പിയിൽ വയ്ക്കരുത്. ഞങ്ങൾക്ക് ടിയാറോ കൊമ്പൂച്ച ഉണ്ട്. ഡാഡി ഇപ്പോ കൊരട്ടി സ്റ്റേഷനിൽ വർക്ക് ചെയ്യണം ഹോംഗാർഡ് ആയിട്ട്. അപ്പൊ ഞാൻ അപ്പോൾ ഒരു ഈ ചാലക്കുടി ആ ഭാഗത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ കുറെ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ മക്കൾക്ക് എന്റെ കൂടെ പഠിച്ച കൂട്ടുകാർ കുറെ പേര് അപ്പോൾ സ്റ്റാഫിന്റെ മക്കളാർക്ക് അവിടെ അത് 2010 ആ പരിപാടി നിർത്തി. ഇപ്പൊ ഒരു പ്ലേസ്മെന്റ് ഒക്കെ വഴി തന്നെയാണ് എടുക്കുന്നത്. എഞ്ചിനീയറിംഗിലോട്ട് കയറുമ്പോ എന്തായിരുന്നു, അതായത് എല്ലാരും പോകുന്നു? എനിക്ക് ചെറുപ്പത്തില് കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടമായിരുന്നു. എങ്ങനെയാണ് പെട്ടെന്ന് മെക്കാനിക്കലിലോട്ട് മാറിയത്? പ്ലസ് ടൂല് എനിക്ക് കമ്പ്യൂട്ടർ സയൻസിന് ജീവിതം ഭയങ്കര യാന്ത്രികമായി തോന്നിയതുകൊണ്ടാണ്. പ്ലസ് വണ്ണില് ഫുള്ളും സെക്കൻഡ് ഇയർ 2 മാർക്ക് പോയി. എനിക്ക് CS ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇനിയിപ്പോ അത് വീട്ടിൽ കഴിയുമ്പോൾ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ CS കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് നാട്ടുകാർ എന്നോട് പറഞ്ഞു. ആരാണ് ഈ നാട്ടുകാരൻ? എല്ലാവരും നമുക്ക് നമ്മളിപ്പോ പ്ലസ് ടു കഴിഞ്ഞാൽ അത്ര ബോധമുള്ളൂ. വലിയ ബോധമൊന്നുമില്ല. അപ്പൊ പ്ലസ് ടു കഴിയുന്ന ടൈമില് മെക്കാനിക്കൽ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നവര് CS വർക്ക് ചെയ്യുന്നുണ്ട്. വീട്ടൊക്കെ എടുത്തിട്ട് CS. അപ്പൊ എന്നോട് എല്ലാവരും പറഞ്ഞു ഇത് എടുത്തു കഴിഞ്ഞാൽ അതിലും പോവാന്നൊക്കെ പറഞ്ഞു. ഓക്കെ ആയിരിക്കും. പക്ഷെ അത് വലിയ ചതിയായിരുന്നു. ഞാനപ്പോ ആ ഒരു ഇതില് പ്ലേസ്മെന്റ് വെച്ചു. സ്റ്റിൽ ഞാൻ അവിടെ CS ഞാൻ വെച്ചിരുന്നു ഒരു ഇതില്. പക്ഷെ ഈ ആദിശങ്കര എന്ന് പറഞ്ഞ കോളേജിൽ അന്ന് 60 സീറ്റ് എക്സ്ട്രാ അലോട്ട് ചെയ്തപ്പോ എന്റെ ലാസ്റ്റ് റാങ്ക് അങ്ങോട്ടായി പോയി. ലൈക്ക് ട്രയൽ അലോട്ട്മെന്റിൽ എനിക്ക് CS കിട്ടിയില്ല. SCMS ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോ അവിടെ 60 സീറ്റ് എക്സ്ട്രാ അലോട്ട് ചെയ്തു. അപ്പൊ അവിടെ ലാസ്റ്റ് റാങ്ക് 8000 ആയിരുന്നു. ആ ടൈമിൽ 15 ആയി. അപ്പൊ എനിക്ക് അവിടെ കിട്ടി. പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ താഴേക്ക് വരാൻ പറ്റില്ല, മുകളിലേക്കല്ല പോകാൻ പറ്റില്ല. ഫസ്റ്റ് ഇയർ പഠിച്ച വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പഠിക്കുമായിരുന്നത് കൊണ്ട്. പിന്നെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ആയപ്പോ നമ്മുടെ ഒരു ഏരിയ അല്ലാന്ന് മനസ്സിലായി. പിന്നെ എന്തായാലും പഠിച്ചാണല്ലോ പഠിക്കാൻ. 4 വർഷം പഠിച്ചു, മാർക്കും ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് പഠിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോഴത്തേക്ക് പുറത്തു പോകാനൊന്നും തോന്നിയില്ല? പുറത്തു പോകാൻ എനിക്ക് നാട്ടിൽ നിൽക്കുന്ന എനിക്ക് സിനിമ അഭിനയ മോഹം ഉണ്ടായിരുന്നു. കഴിവുണ്ടോന്ന് അറിയില്ല. ഞാൻ ആ കറക്റ്റ് കഴിവില്ല, അത് കണ്ടുപിടിച്ച അഭിനയമോഹത്തിന്റെ കാര്യത്തില. ഞാൻ വീട്ടൊക്കെ കഴിഞ്ഞിട്ട് നിവിൻ പോളിയൊക്കെ പോയ പോലെ അപ്പോ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ച പോലെ TCS IT ഫീൽഡിൽ ജോലി കിട്ടിയില്ല. പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ഞാൻ അപ്പോൾ ഒരു അപ്രന്റീഷിപ്പിന് കയറി. പിന്നെ അവിടെയായി. ഞാൻ അത് നിർത്തി PSC പഠിക്കാന്ന് വിചാരിച്ചു. ഒരു സാധനം അപ്പോളോ 2007 മനോജ് ഗിന്നസ് രണ്ട് കാര്യങ്ങളാണ് അറിയില്ല. 2007 മനോജ് ഗിന്നസ് ഗ്രൂപ്പിനറിയാം. കൊച്ചിൻ ഗിന്നസ്. മനോജ് ഗിന്നസ് അറിയാം. മറ്റേ സ്റ്റേജ് ഷോ സമയത്തൊക്കെ ഭയങ്കര പോപ്പുലർ ആണ്. ഞാൻ അവരുടെ സ്കിറ്റ് ഒക്കെ സ്കൂളിൽ പോയി മറ്റേ ഈ വെള്ളിയാഴ്ചകളിൽ ഒരു പീരീഡ് ലാസ്റ്റ് ഞാൻ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ പഠിച്ചു ഇത് നമ്മളവിടെ ചെയ്യാം. അങ്ങനെ 5ാം ക്ലാസ് തൊട്ട് ഇതിനോടൊരു നാടകം, മൈമ്, മോണാക്ട് ഇതിനോടൊരു ഇതുണ്ട്. ഞാൻ വിചാരിച്ചു എനിക്ക് അഭിനയിക്കാൻ അറിയാന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഓഡിഷനൊക്കെ പോകും. കിട്ടൂല. വീട്ടിൽ കഴിഞ്ഞിട്ട് പഠിക്കുമ്പോഴും പോകുമായിരുന്നു. ഇപ്പൊ പോവാറില്ല. അറിയായിരിക്കും. ഈ ഇത് വൈറലായിട്ടാണ് എനിക്ക് പറയാം. റിസൈൻ ചെയ്ത് PSC പഠിക്കാന്ന് വെച്ചിട്ട് പോലീസ് ആവാനെന്ന സീനില്ല. ലൈക്ക് മാർക്ക് ഇപ്പൊ നമ്മുടെ LDCയുടെ പോലെ 90 ടോപ്പ് വാങ്ങണ്ട, 60 മാർക്ക് വെച്ചാൽ മതി. എനിക്കിപ്പോ പഠിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ അത് ചെയ്യാന്ന് വെച്ച് റിസൈൻ ചെയ്ത് 10 ദിവസം കഴിഞ്ഞപ്പോ ലോക്ക്ഡൌൺ വന്നു. പിന്നെ PSC എക്സാംസ് ഡിലേ ആയി, എല്ലാം ഡിലേ ആയി.
ലോക്ക്ഡൌൺ വന്നപ്പോ യൂട്യൂബ് ഞാൻ PSC പഠിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഇത്രയും നാള് യൂട്യൂബ് ഒന്നും ചെയ്തിട്ടില്ല, ടിക്ടോക്ക് ഡബ് സ്മാഷ് ഒന്നും ചെയ്തിട്ടില്ല. സ്മാഷ് ഞാൻ അങ്ങനെ പോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. എടുത്തിട്ടുണ്ട് കോമ്പറ്റീഷൻസിന്, കോളേജിലൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടാവും ഇങ്ങനെ. ഇപ്പൊ ഈ സമയത്ത് പരിപാടിക്കില്ല ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടി, അതിനൊക്കെ ചെയ്തിട്ടുണ്ട്. ടിക്ടോക്ക് അങ്ങനെ ചെയ്തില്ല. ഇതുവരെ ഓഡിഷനൊക്കെ പോയിരുന്നു. ഓഡിഷന് പോകുമായിരുന്നു. ഞാൻ അന്ന് നോക്കുമ്പോ ടിക്ടോക്ക് ചെയ്യുന്നവരൊന്നും ഒരു സിനിമയിൽ പരിശുദ്ധ അതായത് ടിക്ടോക്ക് ചെയ്യുന്നവര്, അതായത് നമ്മള് എഴുതി ബയോ പോലെ കൊടുക്കില്ലേ, ടിക്ടോക്സിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് കൂടി ടിക്ടോക്കില് ഇതായിരുന്നില്ല, ലൈക്ക് ഈ അർജിയൊക്കെ ട്രോളി മോഡലിറ്റി അവരായിരുന്നു കൂടുതൽ വൈറല്. പിന്നെ ഓൺ വോയിസ് ഇപ്പോഴൊക്കെയല്ലോ. ലോക്ക്ഡൌണിൽ ചേച്ചി കുക്കിംഗ് ഞാൻ തുടങ്ങി. ചേച്ചി ഒരു നവംബറൊക്കെ ആയപ്പോ, ലോക്ക്ഡൌണിലല്ല, ലോക്ക്ഡൌൺ കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോ കുക്കിംഗ് തുടങ്ങി. അപ്പൊ അങ്ങനെ ഞാനാണ് എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പൊ കുറച്ച് കുക്കിങ്ങും പഠിച്ചു. പിന്നെ യൂട്യൂബ് യൂസ് ചെയ്തപ്പോ ഷോർട്സ് എന്ന് പറഞ്ഞൊരു സാധനം, അന്ന് ടിക്ടോക്ക് ബാനായിട്ട് യൂട്യൂബ് ഷോർട്സ് കൊണ്ടുവരുന്ന ടൈമാണ്. ഞാൻ നോക്കിയ ഷോർട്സിൽ കുറെ ക്രിയേറ്റേഴ്സ് ഒന്നും ഇല്ല, അത് 2-3 പേരൊക്കെ ഉള്ളൂ. ഞാൻ വിചാരിച്ചെന്നാ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാൻ. ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ 2021 ജാനുവരി 1 തൊട്ട് ഡെയിലി വീഡിയോസ് ഇട്ട്, ഷോർട്സ് ആയിട്ട് മാത്രം. ഷോർട്സ് ആയിട്ടിട്ട് ഒരു 45 ദിവസം കഴിഞ്ഞപ്പോ 13-ാം തീയതി ഇട്ട വീഡിയോ കയറിപ്പോയി. പിന്നെ ഒരെണ്ണം കയറിപ്പോയ പിന്നെ ഓട്ടോമാറ്റിക്കലി ചാനലിലൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് എന്തെങ്കിലും വീഡിയോ കയറുന്ന അറിയാം. അപ്പൊ അന്ന് ഒരാള് നമ്മുടെ ചാനലിൽ വരുമ്പോ ആൾക്ക് കാണാൻ വേറെ കണ്ടന്റ്സ് വേണം. അപ്പൊ നമ്മളൊരു വീഡിയോ ഇട്ടു. അപ്പൊ ചേച്ചിയുടെ ചാനലിൽ അതാ പറ്റി, നമ്മള് കുക്കിംഗ് നിർത്തി. ചേച്ചി പിന്നെ അങ്ങോട്ട് പോയി ജോലിക്കൊക്കെ പോയി തുടങ്ങി, കുക്കിംഗ് നിർത്തി. അപ്പോ ചേച്ചിയുടെ ചാനലിൽ അന്ന് ഞങ്ങൾ ഇട്ടൊരു വീഡിയോ 1 കൊല്ലം കഴിഞ്ഞപ്പോ അത് നല്ല റീച്ച് കിട്ടി. അപ്പൊ നമ്മള് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാ നിർത്തണ ദിവസം ഉണ്ടായിരിക്കും ചിലപ്പോ മറ്റേ ശ്രീനിവാസൻ സാർ മറ്റേ പടത്തിൽ അറിയില്ലേ, 99 അടി അടിച്ചിട്ട് 100ാമത്തെ അടി പൊട്ടില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഡെയിലി ഇടുമായിരുന്നു, എന്തെങ്കിലും ഒക്കെ എടുത്തിടും. ചളിയോ ലൈക് ഫസ്റ്റ് ടൈം ചളിയായിരുന്നു, ഇപ്പോഴും ചളി. പക്ഷെ ഇത്തിരി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. പഠിക്കുമല്ലോ. ഇപ്പൊ അങ്ങനെ ഡെയിലി ഇല്ല. ഇപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോ, യൂട്യൂബ് ഒരു കുറച്ചാളായിട്ട് ചെയ്യുന്നില്ല. പുതിയൊരു ചാനൽ തുടങ്ങി, അതിന്റെ പരിപാടികൾ. എത്ര ചാനലുണ്ട്? 4. അതിപ്പോ അത്ര 4 ചാനൽ. 4 വെച്ച് കഴിഞ്ഞാൽ അന്നിങ്ങനെ ഞാൻ വിചാരിച്ചത് ശരത് ജോയില് ബ്ലോഗ് ഇട്ട് ഓടില്ല എന്നാണ്. കാരണം അതിന്റെ ഓഡിയൻസ് കോമഡി കണ്ടു വന്നവരാണല്ലോ, ഷോർട്സ് കണ്ടു വന്നവരാ. അപ്പൊ ഞാൻ വിചാരിച്ചത് ഒരു വ്ളോഗ് ഒരെണ്ണം തുടങ്ങാം. അപ്പൊ അങ്ങനെ വ്ളോഗിന് വേണ്ടിട്ട് ഒരെണ്ണം തുടങ്ങി. പക്ഷെ എല്ലാം കൂടി ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ശരിക്കും ആ ചാനലിൽ തന്നെ ഇട്ടാ പോലായിരുന്നു. അപ്പം അല്ല, അന്നത്തെ എന്റെ മൈൻഡ് സെറ്റില് എല്ലാവരും അങ്ങനെയാണല്ലോ. കാർത്തിക് സൂര്യ ആണെങ്കിൽ 2 ചാനലുണ്ട്. അപ്പൊ ഞാൻ ഇത് അത്ര എനിക്ക് 5 ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നില്ല അന്ന്. ഇപ്പൊ 8 ലക്ഷം ചാനൽ 8 ലക്ഷം 8,73,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. മീഡിയം അടിക്കാൻ പോവാ. ഷോർട്സ് മാത്രമേ ഉള്ളൂ. അല്ല, ലോങ് ഇടും. ഞാൻ മറ്റേ ഫിഫ വന്നില്ലേ, ഫിഫ സീരീസ് ലോങ് വീഡിയോസ് ഒക്കെ ഒരു ടൈം ട്രാവൽ ഒക്കെ അന്ന് ഹിറ്റ് ആയിരുന്നു. ഈ ടൈം ട്രാവൽ വാച്ച് കിട്ടിയിട്ട് പിന്നെ അത് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ചെയ്യാൻ അങ്ങനെ ഒരു ഫ്ലോ പോയി. എനിക്ക് തന്നെ അതിന്റെ എഡിറ്റ് ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയർ കിട്ടണില്ല. ഒരു ആനിമേഷൻ ഉണ്ടായിരുന്നു, അതവര് നിർത്തി. പിന്നെ ഇത് ചെയ്യാൻ പറ്റുള്ള അങ്ങനെ ഞാൻ സാധനം ഡ്രോപ്പ് ചെയ്തു. പിന്നെ അതിനൊക്കെ നമുക്ക് യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരിടയ്ക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യും. പിന്നെ യൂട്യൂബ് ഷോർട്സിൽ തന്നെ കുറെ മാറ്റങ്ങൾ വന്നു. ഇനീഷ്യലി നമുക്ക് ലോങ് വീഡിയോന്റെ കൂടുതൽ റൺ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഷോർട്സിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ടാബാണ്. ഇനീഷ്യലി പേയ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, പേയ്മെന്റ് ഒന്നും. അത് നമുക്കൊരു $100 കഴിച്ചു തരുള്ളൂ ഒരു മാസം. നമ്മൾ ലോങ് വീഡിയോ ഇട്ടാലാണ് റവന്യൂ വരുള്ളൂ. അപ്പൊ ഞാൻ അന്ന് ഷോർട്സിലേക്ക് ഇങ്ങനെ വെച്ച് ഷോർട്സ് തന്നെ ഇട്ടുകൊണ്ടിരുന്നു. ഞാനൊരു 1200+ വീഡിയോസ് തന്നെ 3 വർഷത്തില്. 900 ദിവസം
ബഡ്ജറ്റ് കുറവാണ്. മലയാളം നമ്മള് 4 പേര് ഒരു കളക്റ്റീവ് ഒരു ചാനലിൽ വർക്ക് ചെയ്തിട്ട് നമുക്ക് 30 വീഡിയോ ഇടാം. നമ്മള് 5 വർഷമായിട്ട് 30 വീഡിയോ അല്ല ഇട്ടു. ഷോർട്സ് എളുപ്പമല്ല, 1 മിനിറ്റ് നമ്മള് തമാശ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ ഇപ്പൊ നിന്നുപോയി. ഞാനിങ്ങനെ ഡെയിലി രാവിലെ എനിക്കൊന്ന് വീഡിയോ ഇടണം, അല്ലാതെ ചെയ്ത് പിന്നെ വീഡിയോ ഇടാണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് പറ്റൂല. ഇത് രാവിലെ എഴുന്നേറ്റ് ചിന്തിച്ച് എഡിറ്റ് ചെയ്ത് വൈകിട്ട് ഇടും, പിന്നെ ചില്ല് ചെയ്യും. അതാണ് പരിപാടി. ശരിയൊന്നുമില്ല, പിന്നെ അടുത്താലോചിക്കും. ഞാൻ ലൈക്ക് ഒരു മാസം നവംബറിൽ 2021 നവംബറാണോ 22 നവംബറാണോ ഓർമ്മയില്ല, അതിലൊരു ദിവസം 3 വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ദിവസം 3 ഷോർട്സ് വെച്ച്. ഞാനൊരു മോട്ടിവേറ്റർ ആണ്. നമ്മൾ ഒരു മാസം ചെയ്യുന്ന വർക്കാണ്. വാങ്ങിക്കുമ്പോൾ അല്ല ഇത് തന്നെയാണല്ലേ കൺസിസ്റ്റന്റ് ആയിട്ട് കുറെ നാൾ ഇടുക എന്നുള്ളത് തന്നെയാണ്. ഒന്നില്ലെങ്കിൽ നമ്മൾ ക്വാളിറ്റി കണ്ടന്റ് കൈക്കൊക്കെ ചെയ്യണം. അതാണ് നമ്മുടെ വിശ്വാസം. നമ്മള് കൺസിസ്റ്റൻസിയാണ്. ഡെയിലി ഒരേ സമയത്ത് ഒരു 2 ആഴ്ച ഇട്ട 3-ാമത്തെ ആഴ്ചയിൽ ഏതെങ്കിലും വീഡിയോ വൈറലും. നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മള് ഭയങ്കര ക്വാളിറ്റി എന്റെ കണക്ഷൻ ശരത്ത് ബമ്പർശ്ശേരിയില് സ്കിറ്റ് സ്റ്റാൻഡപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അന്ന് 4-5 സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ. അപ്പൊ ഞാനും ശരത്ത് ഒരുമിച്ച് ഒരു ഷെഡ്യൂൾ വന്നായിരുന്നു. അന്ന് ശരത്ത് ഞാൻ വന്നപ്പോ നിങ്ങൾ ഓണം ഷെഡ്യൂളിൽ നിങ്ങൾ നമ്മള് വേറൊരു സ്പെഷ്യൽ ഷൂട്ടായിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പൊ ഞാൻ ശരത്തിന് എനിക്ക് യൂട്യൂബിൽ കണ്ട് പരിചയം, ശരത്തിനെ പരിചയപ്പെട്ടു. എന്റെ ഇൻസ്റ്റ വളരാൻ കാരണം ശരത്താണ്. ഞാനാണെങ്കിൽ ഞാനൊരു സോഷ്യൽ ന്യൂസൻസ് ആയി മാറിയത് ശരത്താണ്. ശരത്തിന് പറഞ്ഞ് ഓൺ വോയിസിന്റെ കണ്ടന്റിനെ ഇൻസ്റ്റ കുറച്ച് സപ്പോർട്ട് ചെയ്യും. എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുക, റെഗുലർ ഇട്ടോണ്ടിരിക്കണം ഒരു ടൈം, അങ്ങനെ കുറച്ച് ടിപ്സ് എന്നോട് പറഞ്ഞു. അന്ന് തുടങ്ങിയ വെട്ട അവസാനം നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഞാനാണ് ഇപ്പൊ റീലിടുന്ന 4.5 മിനിറ്റിന്റെ പെർഫോമൻസിന്റെ വീഡിയോക്ക് എത്തുന്ന ഏറ്റവും നല്ല ഭാഗമായിട്ടല്ല ഏറ്റവും ചിരി കിട്ടിയ സാധനമൊക്കെ ഇത് കട്ട് ചെയ്തിടാം, കുറച്ചുകൂടെ കുറയ്ക്കണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇടും. ഇത് അനീസിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീസിക്ക മറ്റേ ടണലിൽ കൂടെ നടന്ന് സ്റ്റേജ് വന്ന് നിൽക്കുന്നിടം തൊട്ട് ഈ പുള്ളി തിരിച്ച് ടണലിൽ പോണവരെ മൊത്തം എടുത്തിട്ട് അങ്ങോട്ട് കട എന്ന് പറഞ്ഞിട്ട് വെട്ടി ഇയാളായിട്ട് അവർ ഇന്ററാക്ഷൻ മറ്റേ അല്ല ഇത് അവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ പിന്നെ എന്റെ അടുക്ക് വന്ന് കുറച്ച് വയ്ക്കും, അത് ഇതെല്ലാം കൂടെ പിന്നെ ചന്നം പിന്നെ അപ്ലോഡാ നേരെ മറ്റേ മനോരമ മാക്സിന്റെ പരസ്യമൊക്കെ നെഞ്ചത്തൊക്കെ എഴുതി വരും. ഭയങ്കര സീന. എഡിറ്റിംഗ് അറിയത്തില്ലായിരുന്നു, പക്ഷെ ഇത് വെട്ടാൻ എളുപ്പമാണ്, എഡിറ്റ് ചെയ്ത് മുറിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഞാൻ അനീസൊക്കെ ഇനി വെട്ടി വെച്ചിട്ടില്ല, തീർന്നു. അനീസൊക്കെ നമ്മളല്ലേ ഇൻസ്റ്റാഗ്രാമില് നമ്മുടെ വ്യൂവേഴ്സിനെ കുറച്ച് അറിയുമ്പോ ഈ ഒരു ഇത് മറന്നു പോകും. നമ്മൾ പിന്നെ ഇട്ടാലും അത് ഓടും. അനീസിക്ക അടുത്ത ബാച്ച് എടുക്ക്. അവര് മനോരമ ഇതായിട്ട് ചേർന്നില്ലേ, മാത്രം കോപ്പറേറ്റ് അടിച്ചു. പോയ പ്രശ്നമില്ല. അവസാനം ഞങ്ങൾ പേര് അനീസൊക്കെ ചെയ്തോണ്ടെന്ന് വെച്ചാൽ ചില മറ്റേ ബീഫ് വെച്ചോടൊക്കെയുണ്ട്, ഞായറാഴ്ച അറക്കത്തുള്ളൂ, ബാക്കി ആഴ്ച മൊത്തം വിൽക്കും, മറ്റേ മാറ്റി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട്. ആ പരിപാടിയാണ് പുള്ളി ഒറ്റയടിക്ക് ഇതെല്ലാം അവിടെ വെട്ടി ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുക. അതും അനീസൊക്കെ 2-3 മാസത്തേക്ക് ഷെഡ്യൂളുണ്ട്. ചന്നും പിന്നെ എല്ലാ ദിവസവും 1.5 വട്ടം കണ്ടത്. അപ്പൊ ഞാൻ ചോദിച്ചതിന് എന്നോട് ശരത്ത് പറഞ്ഞു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പേജ് കയറും. എനിക്ക് 10K അടിച്ചത് 20K അടിച്ചത് അങ്ങനെയാണ്. ഈ 10 അടിച്ചിരിക്കുമ്പോ പിന്നെ ഒരു ഡിപ്പ് ഉണ്ടായി. അപ്പൊ ആ ചേർത്തനോട് ഓൺ വോയിസ് ചെയ്യണല്ല. സത്യം പറഞ്ഞാൽ ആ കൺസിസ്റ്റൻസി അത്ഭുതത്തിന് കാര്യമുള്ള എനിക്ക് മനസ്സിലായിരുന്ന. ഞാൻ ഒരു 7 കണ്ടന്റ് എഴുതി ഉണ്ടാക്കി, 7 കണ്ടന്റ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഞാൻ അടുപ്പിച്ച് വെച്ചിട്ട് അത് 5ാമത്തെ കണ്ടന്റ് വൈറലായി. 5ാമത്തെ കണ്ടന്റ് വൈറലായി പിന്നെ 10 ചവിട്ടുന്ന 20ലേക്ക് ചാടിയത് എന്റെ 5ാമത്തെ കണ്ടന്റ്. മറ്റേ ഫെബ്രുവരിയിൽ എത്ര 28 ദിവസം കുറവുള്ളൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു, അത് കറക്റ്റ് ആയിട്ട് ഓടി. 5ാമത്തെ കണ്ടന്റ് ഓടി, അത് വൈറലായി. 10-20ലേക്ക് ഞാൻ പോയത്. പിന്നെ എന്തേ നിർത്തിയത്? നിങ്ങളോട് കൂടി എനിക്ക് ഞാൻ ചരിത്രം വിട്ട് നിങ്ങളോട് കൂടി അന്ന് തുടങ്ങി. അത് ഞാൻ രണ്ടും ചെയ്തു. എന്റെ മാസ്റ്റർബേഷൻ ഇതും റോസ്റ്റിംഗ് ഒക്കെ വൈറലായി. പിന്നെ ഭയങ്കര ഒരുപാട് വീഡിയോ, പക്ഷെ പ്രയോജനം ഉണ്ടായില്ല, ഹെയ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായില്ല വീഡിയോ.
അതൊക്കെ പറയില്ലേ? അപ്പോഴും ശരത്തിലൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, കത്തുവാണല്ലോ നമുക്ക് തെറിയുടെ ബഹളമാണ് ശരത്തിലോ തകർക്കുവാ. നിങ്ങളുടെ ആ ടൈമിൽ ഒന്നുകൂടി ലൈക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് മെജോറിറ്റി. റീച്ചിൽ വന്ന കുറെ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പണ്ട്. പേര് പറയല്ല, ഞാൻ കഴിഞ്ഞിട്ട് പറയാം. ട്രോളി ഇപ്പൊ സെലിബ്രിറ്റീസ് നോക്കാത്തുണ്ട്. ഈ പറയുന്ന നമ്മൾ റോസ്റ്റ് ചെയ്ത ആളിനെ ആൾക്കാർ ഒരു സമയത്ത് റോസ്റ്റ് ചെയ്തോണ്ടിരുന്നതാണ്. പുള്ളിയെ അങ്ങനെ അടിച്ചടിച്ചടിച്ച് ആ പോയി പാവം ചെറുക്കൻ അവിടുന്നാണ് പുള്ളി മാറി കയറിയത്. ടിക്ടോക്ക് കാലഘട്ടത്തിൽ ആൾക്കാർ നോക്കിക്കൊണ്ടിരുന്ന അവിടുന്നാണ് അത് മാറുന്നത്. സോ കൺസിസ്റ്റൻസി നമ്മളതാണല്ലോ കൺസിസ്റ്റന്റ്ലി എല്ലാ ആഴ്ചയും പോഡ്കാസ്റ്റ് ഇടുന്നത്. ഞങ്ങൾ പോഡ്കാസ്റ്റ് കൺസിസ്റ്റന്റ് നമ്മള് പോഡ്കാസ്റ്റ് സ്കിറ്റും ചെയ്യും. സ്കിറ്റ് ഞാനൊക്കെ ചെയ്യണ അത് നമ്മൾ ഇടയ്ക്ക് വെച്ച് നോക്കിയിരുന്നല്ലേ. നമ്മളും തുടങ്ങിയതാ. 4 പേരുണ്ടല്ലോ, ഗ്രൂപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കും. നല്ല ഗ്രൂപ്പാണ്, രസമായിരിക്കും. ഞാൻ എനിക്കിങ്ങനെ ഒരു ടീമിൽ നന്നായി അല്ലേ. ഞാൻ എനിക്കിങ്ങനെ സത്യം കൊളാപ്സ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞതാ. ഞാൻ ഇതേ റൂട്ട് തന്നെ വന്നേ. ഇതുപോലെ മറ്റേ അത്യാവശ്യം പഠിക്കും, ഒക്കെ ജോലിക്ക് പോകണം. അത് കഴിഞ്ഞ് മടുത്തു. പിന്നെ കുറെ നാള് PSC പഠിച്ച് അവസാനം ഇങ്ങനെ ഈ സാധനത്തിനകത്ത് ജോലിക്ക് പോയി വയ്യ മടുത്ത് നിർത്തി ഇതിനകത്ത് വന്നു, സെറ്റായി, കുറച്ച് ഗ്രൂപ്പിനെ കിട്ടി. അപ്പൊ ഞാനോർത്ത് ഓക്കെ എന്റെ ചിന്തകളല്ല ശരി, ഇവരാണ് കുറച്ചുകൂടെ വിഷനുള്ള പ്രായമുള്ള ആൾക്കാരല്ലേ പറയുന്ന കാര്യം കാണുമ്പോൾ സത്യം ഇതിനകത്ത് കേറി പോവാ. ഇതാകുമ്പോ എനിക്ക് ചിന്തിക്കണ്ട, ഇപ്പൊ ചിന്തിക്കണ്ട, ഒന്നും ചിന്തിക്കണ്ട. സോഷ്യൽ മീഡിയ നമ്മൾ എന്തിട്ടാലും നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാൽ നമ്മൾ തന്നെ ഹെയ്റ്റ് കുറവാ. ഞാൻ യൂസ് ചെയ്യുമ്പോ ഹെയ്റ്റ് വരാറുണ്ട്. അതായത് സിനിമയുടെ ഫാൻസ് ഒക്കെ ഒന്ന് അപ്പൊ ഞാൻ നിർത്തി. പൈസ ഇല്ല, തെറിയും കുറെ കിട്ടും. ഞാൻ എന്തിനാ വെറുതെ ഹെയ്റ്റ് ഉണ്ടാക്കുന്നത്? നമ്മള് കരിയർ നിർത്തേണ്ടതാണ്, നമുക്ക് പൈസ ഇല്ല എന്തുകൊണ്ട്. പ്രൊമോഷൻസ് ആണോ? അല്ല, നമ്മളിപ്പോ യൂട്യൂബിനും ഇൻസ്റ്റയ്ക്കൊക്കെ നമുക്ക് നമ്മുടെ റീലിനെ പ്രൊമോട്ട് ചെയ്യാൻ പോസ്റ്റ് ചെയ്യുന്ന പരിപാടി. അതൊന്നും ചെറിയ കാര്യമൊന്നുമില്ല. എനിക്ക് ഞാൻ കേട്ടുള്ളതാണ് നമ്മൾ ഒരു മാസം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാഗ്രാം പട്ടിയെ പോലെയാണ്, കുറച്ചുകൂടെ ഇട്ടാലേ കാശ് വീഡിയോ ഒന്നും പട്ടിക്കും പൈസ കൊടുത്തിട്ട് ജന്മത്തത് കിട്ടില്ല കിട്ടില്ല പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയായിരിക്കും അവര് വിചാരിക്കുക ഇവനെ അല്ല അവർക്കും വേണ്ട പൈസ. അതുകൊണ്ട് നമുക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറയണത് എല്ലാവർക്കും ഇഷ്ടം. നമ്മളുടെ കയ്യിൽ വിശ്വാസം ഇല്ലാത്തവരാണെന്ന് പറയുന്നത്. ഈ ശരത്ത് ലോങ് ശരത്ത് കുറെ ഫോർമാറ്റ് ട്രൈ ചെയ്തിട്ടുള്ളൂ, ഇപ്പൊ സ്റ്റാൻഡപ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും എൻജോയ് ചെയ്തത് എന്താണ്? സ്റ്റാൻഡപ്പ് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ഇന്ററാക്ഷൻസ് നല്ലത്. ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന് വെറുതെ പോസ്റ്റ് പോലെ പറയുന്ന ലൈവ് ഷോസ് ഞാൻ ചെയ്തോളൂ. പറ്റും. ഈ വൈൻ ചെയ്യുന്ന എല്ലാവർക്കും ഇല്ല, നമ്മളും ബേസിക്കലി സ്റ്റാൻഡപ്പില് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇതേപോലെ ആക്ട് ഔട്ട് സംഭവം തന്നെയാണല്ലോ. ഇതെന്താ വെച്ചാൽ ഇതിലൊരു റിസ്ക് എലമെന്റ് ഉണ്ടല്ലോ. ഞാനിപ്പോ ഇതിലേക്ക് ഇപ്പൊ സ്റ്റാൻഡപ്പ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് എടുക്കണം. ഇപ്പൊ എനിക്കിപ്പോ ഓൾറെഡി ഇപ്പുറത്ത് യൂട്യൂബും ഇതൊക്കെ പോകുമ്പോ നമ്മളിങ്ങനെ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. അല്ല, അതാണ് ഞാൻ പിന്നെ ചാനലിൽ പരാതി. ഞാനെന്നെ വിളിച്ച് സെക്കൻഡ് ജോലി തുടങ്ങിയപ്പോ എനിക്കന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ലോങ് വീഡിയോസ് ടൈം ട്രാവൽ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഷോർട്സ് ഇങ്ങനെ റീച്ചായി പിന്നെ റീച്ച് കുറയും. യൂട്യൂബ് എന്നു വെച്ച് കഴിഞ്ഞാൽ കുറെ നാൾ റീച്ച് തരും, പിന്നെ ചവിട്ടും. അപ്പൊ അവര് നോക്കും ഇവൻ പിന്നെയും ചെയ്യണ്ടോ, ചെയ്യുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബ് ദേവോ സൈൻ വേവ് പോലെയാ. അപ്പ് ഉണ്ടാവും പിന്നെ ഡൗൺ ആയിരിക്കും, അപ്പ് ഉണ്ടാവും ഡൗൺ ആയിരിക്കും. അപ്പൊ പിന്നെ ഫിഫ സീരീസിൽ ഫിഫ ഫുട്ബോളാണ് നടക്കണേ, വേൾഡ് കപ്പ്.
അപ്പൊ ഞാൻ കരിക്ക് ഈ ഫിഫയുടെ ഒരു സ്കെച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പൊ ഞാൻ ആ ഒരു കൺസെപ്റ്റ് ഓടണതാണ്. അപ്പൊ ഞാൻ അതില് വ്യൂ കിട്ടിയാലില്ലെങ്കിലും ഡെയിലി വീഡിയോ ഇടുന്ന വെച്ചിട്ട് അതിന്റെ ഒരു 5 ക്യാരക്ടേഴ്സ് വെച്ച് ഞാൻ തന്നെ 5 ക്യാരക്ടർ ഞാൻ തന്നെ ഷൂട്ട് ചെയ്യും, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും, ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യും. അങ്ങനെ അത് ഓടി, അത് നല്ല വ്യൂസ് കിട്ടിയിരുന്നു. ഷൂട്ട് ചെയ്യാൻ അറിയാനായിരുന്നു, എഡിറ്റിങ്ങിന്റെ ടൈമാണ് കൂടുതൽ. ഷൂട്ട് ചെയ്യാൻ ഒരു 2 മണിക്കൂർ, ഒരു 1.5 മണിക്കൂർ ഇരുന്നു. മൊബൈലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ അന്ന് ഗോപ്രോയിലായിരുന്നു ഷൂട്ട് ചെയ്തത്. പക്ഷെ ഗോപ്രോ ചില ദിവസങ്ങളിൽ തോന്നാതിരിക്കൂല. അതായത് അല്ല, നമ്മളിപ്പോ ഫിഫ ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അത് ഡെയിലി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇന്ന് ഇട്ടില്ലെങ്കിൽ നാളത്തെ അപ്ഡേറ്റ് പോകും. നാളെ കളിയുണ്ട്, ഇന്നും കളിയുണ്ട്, അപ്പൊ അന്ന് തന്നെ ഇടേണ്ടി വരും. ഒരിടയ്ക്ക് നമുക്ക് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ 10-ാം ദിവസം മിസ് ചെയ്തു, 11-ാം ദിവസം കണ്ടിന്യൂഷൻ പോകും. അങ്ങനെ ചെയ്തത്. ഇവർ 6 ജേഴ്സി വാങ്ങിച്ചിട്ട് ഈ ജേഴ്സി ഓരോ രാജ്യത്തിന്റെ പ്ലെയർ ആയിട്ട് ഇവൻ തന്നെ റെപ്രസെന്റ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് രസമായിരുന്നു. ഏതോ ഒരു ടർഫ് വാടക എടുത്തിട്ടുണ്ടായിരുന്നു. ടർഫിന്റെ ഓണറിനോട് പറഞ്ഞു ഞാൻ ഷൂട്ട് ചെയ്തോട്ടെ, ഒരു ദിവസം ഷൂട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു തന്നതാ. പിന്നെ ഇവിടെ സ്ഥിരമായി. പുള്ളിക്ക് അറിയാം നീ യൂട്യൂബാന്ന് അറിയാതെ അമ്മച്ച പുള്ളിയുടെ അത് രസം. ഞാൻ ഡാഡിനെ കൊണ്ട് വിളിപ്പിച്ച്. പുള്ളി ആദ്യം പറഞ്ഞത് പറ്റൂല, എന്റെ ഡാഡി പറഞ്ഞാണ്ടല്ല. അല്ല, ഞാൻ ഏഷ്യാനെറ്റില് പ്രോഗ്രാം ഒക്കെ ചെയ്തപ്പോ ആ പുള്ളിയൊക്കെ എന്നോട് വന്നിട്ട് വീഡിയോ കണ്ടിരുന്നു നൈസാന്നൊക്കെ പറഞ്ഞു. ഗസ്റ്റ് അല്ല, കണ്ടസ്റ്റന്റ് ആയിട്ട് 4 എപ്പിസോഡ് ഷൂട്ട് ചെയ്തുള്ളത്. 4 ഇഷ്യൂ അതിനിപ്പോ എന്തോ ചാനലും പിന്നെ അതിന്റെ ആങ്കേഴ്സും തമ്മിലെന്തോ, ആങ്കേഴ്സ് അല്ല ജഡ്ജസ് എന്തോ ഡേറ്റിന്റെ എന്തോ തോന്നുന്നു, പിന്നെ കോമഡി സ്റ്റാർസ് തുടങ്ങിയവര്. അപ്പൊ അതില് ഞാൻ എനിക്കൊരു ടീം അവിടെ തന്നെ ഈ കോമഡി സ്റ്റാർസിന്റെ കൂടെ അന്ന് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, 1 lakh ഒന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ ഈ യൂട്യൂബിലിട്ട വീഡിയോസ് അയച്ചു കൊടുത്തപ്പോ അങ്ങനെ വിളിച്ചതാ. ഓഡിഷൻ ഉണ്ടായിരുന്നു മറ്റേ സൂമില്. അത് കഴിഞ്ഞ് അവിടെ പോയി. അപ്പൊ അവിടെ ഒരു 7 ദിവസം നിൽക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ശനിയാഴ്ച ഈ കണ്ടന്റ് ഇട്ടില്ലെങ്കിൽ കൈ ഇറക്കിയല്ലോ. ശനിയാഴ്ച നിന്ന് 7 വീഡിയോ ഷൂട്ട് ചെയ്തു. എന്നിട്ട് പോണ വഴിക്ക് ഇന്ന് എഡിറ്റ് ചെയ്തു. അവിടെ ചെന്നൊക്കെ എഡിറ്റ് ചെയ്തു, ഗ്രൂമിങ്ങിന്റെ ടൈമിലൊക്കെ എഡിറ്റ് ചെയ്തു. എന്നിട്ട് പോസ്റ്റ്. പക്ഷെ അവിടെ എനിക്ക് വെറുതെ ഇരുന്നിട്ട് പറ്റുള്ള. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ പിന്നെ അതിന്റെ ഷൂട്ട് കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. പിന്നെ അതാണ് എനിക്ക് കേട്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. നമ്മള് സാധാരണ കരിക്കാണെങ്കിലും ഇപ്പൊ ഹാഷർ ടീം മറ്റേ കൊല്ലംകാരി കുറെ പിള്ളേരാണ്. അല്ല, ഗ്രൂപ്പിന്റെ വർക്കല്ല, അവൻ അപ്രോച്ച് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അവനത് നമ്മള് എഫർട്ട് ഇട്ടിട്ട് ചെയ്യാന്ന് പറഞ്ഞത്. അതായത് ഒന്ന് പറഞ്ഞ് ചെയ്താലും അവനത് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാന്നുള്ള. ഞാനിടയ്ക്ക് സംസാരിക്കാൻ ഇങ്ങനെ കുറ്റബോധം അടിച്ചിട്ട് പോയിട്ടൊന്നും ശരിയാണ്. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ വേറെ കുറച്ച് ടീംസ് അഖിലനാടിയൊക്കെ അവരൊക്കെ രാവിലെ എന്നിട്ട് അവരുടെ ചാനലൊക്കെ ഹിറ്റ്, നല്ല എഫേർട്ട് ഉണ്ട് വീഡിയോസ് എടുക്കാൻ. ഒറ്റയ്ക്ക് ഞാൻ എടുക്കുമ്പോൾ തന്നെ എനിക്കറിയാം. അവരൊരു ടീമായിട്ട് എടുത്തിട്ട് ലൈക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ജോബ് പോലെയാണ്. രാവിലെ നീയും വീഡിയോ എടുത്തിട്ട് വേറെ എന്തും ചെയ്യും. അഖിലത് പറയുമായിരുന്നു. അഖിലിന്റെ ഉച്ചയ്ക്ക് അച്ഛന്റെ കടയിൽ പോകുന്നെങ്കിൽ പറയായിരുന്നു. അഖില് നമ്മളെ സാധാരണ അഖിലിന്റെ ഒരു ക്യാമറാമാനിൽ അരുൺ എന്ന് പറഞ്ഞൊരു പുള്ളി. ഞാനൊരു ഇടയ്ക്ക് ഇങ്ങനെ കണ്ടന്റ്സ് നമുക്ക് ക്രിയേറ്റർ ബ്ലോക്ക് അടിക്കും. ഇടയ്ക്ക് ഇങ്ങനെ റീച്ചൊക്കെ കുറയുമ്പോ ഒരിടയ്ക്ക് ഞാൻ ഈ ഷോർട്സ് ഇത് ഇട്ടിട്ട് കയറാത്ത ടൈമിൽ അതിനോട് ലോങ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ നമ്മൾ ഈ ഫിഫ സീരീസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പിന്നെ അവൻ പറഞ്ഞു എന്തായാലും ഇതിലിറങ്ങി തിരിച്ചു, വെറുതെ ഇരിക്കല്ലേ ചെയ്യ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്തു തുടങ്ങി. IPL ചെയ്തു, IPL സീരീസ് ചെയ്തു, പിന്നെ മറ്റേ ISL ചെയ്തു. ISL ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബിഗ് ബോസിന്റെ ഇങ്ങനെയുള്ള ലോങ് ടൈമുള്ള പ്രോഗ്രാംസ് വരുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം അതാണ് ഇതിന്റെ മെയിൻ കണ്ടന്റുകളും ആൾക്കാരെ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന കുറെ നാൾ നിൽക്കുന്ന പരിപാടികൾ. അപ്പൊ കണ്ടിന്യൂസ് ഫോളോവേഴ്സിനെയും വ്യൂസിനും പിന്നെ ഡെയിലി കണ്ടന്റ് ഇടാൻ വേണ്ടി അതിലേക്കും പോയാൽ മതി, വേറെ ഒന്നും പോകണ്ട. നമുക്കത് ജസ്റ്റ് അതിലെ കണ്ടന്റ് ഉണ്ടാവും. ഫിഫയിലൊക്കെ നല്ല കണ്ടന്റ്സ് ആയിരുന്നു. കളി ഇപ്പോ അർജന്റീന ജയിക്കുന്നു, ബ്രസീൽ തോക്കുന്നു. അപ്പൊ അത് ആളുകൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാണ്. എന്താണോ കാണാൻ ഇൻട്രസ്റ്റ് അത് ചെയ്താൽ മതി, അത് കണ്ടുപിടിക്കാന്നുള്ളതാണ്. സ്റ്റിൽ എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. ഞാൻ ഇൻസ്റ്റയിലൊക്കെ ചിലത് ഉണ്ടെന്ന് അറിയുള്ളൂ. അല്ലാണ്ട് ലോങ് വീഡിയോ ഇപ്പൊ ഞാൻ ഈ റോസ്റ്റ് സംഭവം നൈസാ. കുറച്ച് വെള്ളം കുടിയാ.
ബിഗ് ബോസിന്റെ റോസ്റ്റ് ചെയ്ത ശേഷം മൂവി ഇവരെല്ലാവരും റോസ്റ്റ് ചെയ്യുന്നത് നമ്മള് ലൈവ് ചെയ്യുന്ന ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. എല്ലാവരും യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാവരും എന്തെങ്കിലും റോസ്റ്റ് ചെയ്യുന്നവരാണ്. അല്ല, തമാശ എന്ന് പറയുമ്പോ റോസ്റ്റ് ഒരു തമാശയുടെ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് പാർട്ടാണ്. എല്ലാ റോസ്റ്റും തമാശയല്ല. മീറ്റർ ഉണ്ട്. നമ്മൾ ഈ കിലോമീറ്റർ തിരിച്ചു വന്ന പഠിക്കണം. ഞാൻ പറഞ്ഞത് പോയത് അങ്ങനെ അടിച്ചിട്ടേ അല്ലേ കരിക്ക് പോലെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ കൂട്ടുകാർ അഖിലനാഥി ടീം പോലെയുള്ളവര്, ഹാഷർ ടീം പോലുള്ളവര് ഭയങ്കര പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്. ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുന്നവർ വളരെ കുറച്ച് പേര് റയർ ആയിട്ടുണ്ട്. ബാക്കി കപ്പിൾ ചെയ്യുന്നവരുണ്ട്. അരുണാണ് അരുണിന്റെ സിസ്റ്ററിന്റെ കൂടെ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ചെയ്യുന്നത് വളരെ കുറച്ചാണ്. അരുൺ പ്രദീപ്, ഇവന് കാർത്തിക് സൂര്യ വ്ലോഗ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇൻഡിവിജ്വൽ ചെയ്യുന്നത് ഞാൻ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര എഫേർട്ടാണ്. ആ ഫ്രണ്ട്ഷിപ്പ് ബൈക്കില് വർക്ക് നടക്കുന്നില്ല. ഒറ്റയ്ക്കുള്ള പാഷൻ, ഒറ്റയ്ക്കുള്ള എഫേർട്ട്. പിന്നെ ഞാനൊക്കെ ചിലപ്പോ ഇത് ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എന്നെ നിർത്തിയിട്ട് പോയിരുന്നത്. എനിക്ക് നല്ല സ്റ്റാൻഡപ്പ് ഒറ്റയ്ക്കാ നിർത്തിട്ട് പോകും. നമുക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉഴപ്പി തൂങ്ങി കിടക്കണത്. അതെപ്പോഴും നമുക്ക് ഉഴപ്പുമ്പോ ഒരുത്തൻ കൂടി ഉണ്ടായാൽ മതി. നാശാവാൻ കൂടെ നമ്മുടെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മള് ക്വാളിറ്റിയിൽ എന്തോ കണ്ടന്റ് ഇട്ട് ലോയൽറ്റി ഉള്ള ഫാനിനെ ഉണ്ടാക്കി കുറെ നാളെ പഠിച്ചിട്ട് എന്തെങ്കിലും മാസത്തിൽ വലിയ പാടാ ഇത്. അത് ഇതിനൊക്കെ പാടാ. ജീവിക്കാൻ വലിയ പാടാ ഇവിടെ. അതായത് ബേസിക്കലി പണിയെടുക്കാൻ നല്ല പാടാണ്. ഇത് പണി ഏറ്റെടുക്കുമ്പോഴേ പാടുള്ളൂ. അവരതൊരു പണിയായിട്ട് തോന്നിയിട്ടില്ല. അല്ല, അത് നമുക്ക് ഒരു ബിഗ് ബോസ് ഇനീഷ്യലി നമുക്ക് വ്യൂസും ഇതും പിന്നെ ഒരു കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത് ചെയ്യാനുള്ള ഇത് വരും. അത് നമുക്ക് ഇനീഷ്യലി ഒരു ഫോളോവേഴ്സ് വ്യൂസ് ഒക്കെയാണ്. പിന്നെ ഞാനത് നോക്കാണ്ടായി. ലൈക്ക് അത് ആദ്യം ഇന്ന് ഇത്ര കയറിയോ അങ്ങനെ നമുക്കൊരു ഇത് വരും. ആദ്യം ലൈക്ക് ഒരു സാധനമല്ലേ. പിന്നെ നമ്മൾ അത് നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ചിന്ത മൊത്തം അതിലേക്ക് പോകും. അപ്പൊ ഞാനിപ്പോ സ്മൈലി സ്റ്റുഡിയോന്റെ ആപ്പ് നോക്കൂല, വീഡിയോ ഇടും, വർക്കാവട്ടെ, ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ നമുക്ക്. ഈ ഏതെങ്കിലും വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ഇടണ്ടായിരുന്നു. അതായത് ചിലപ്പോ നമുക്ക് ഇങ്ങനെ ഡെയിലി ഇടുമ്പോൾ ഒരു പ്രശ്നം പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നൂല ഇത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്നുള്ള. എന്നാലും ഇടും. ഞാൻ എന്റെ വീഡിയോ പിന്നെ കാണാറില്ല. സൗണ്ട് കേൾക്കുമ്പോ ക്രെഡിറ്റ് അടിക്കാറുണ്ട്. അത്യാവശ്യം കുറെ പ്രാവശ്യം കണ്ടുപിടിക്കില്ലേ. പിന്നെ ആക്ച്വലി ഇപ്പൊ ഞാൻ 30 മിനിറ്റ് വീഡിയോസ് ബിഗ് ബോസിന്റെ ഡെയിലി ഇടണമല്ലോ. അപ്പൊ നമ്മളത് എഡിറ്റ് ചെയ്തിട്ട് കാണുന്നില്ല. എന്റെ മൈൻഡിൽ സാധനം ഉണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് എഡിറ്റില് കണ്ടൊരു സംഭവം ഉണ്ട്. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോ മിസ്റ്റേക്സ് വരുത്തുന്നത് നല്ലതാ. അപ്പൊ അത് ഹുക്കായിട്ട് നിൽക്കും അവിടെ. എവിടെയെങ്കിലും ഞാൻ പേര് മാറ്റി പറഞ്ഞു, ബിഗ് ബോസിന്റെ ആരുടെ പേര് മാറ്റി പറഞ്ഞു. അപ്പൊ അവര് വന്നിട്ട് കമന്റ്സിൽ എഴുതും ഇയാളുടെ പേര് ഇങ്ങനെ പറഞ്ഞ് എൻഗേജ്മെന്റ് കിട്ടുമല്ലോ കുറച്ച്. അപ്പൊ അങ്ങനെ കമന്റ്സ് വരും. അതൊക്കെ ട്രൈ ചെയ്യാം. റീൽസിലൊക്കെ അങ്ങനെ റീൽസിൽ പറ്റും. ആ ഭരത് ജോയ് പറയൂ. അപ്പൊ ഞാനത് ആക്ച്വലി ആദ്യം വന്നപ്പോ നാച്ചുറലി ഒരു സാധനം വന്ന് ഞാൻ വർക്കിംഗ് ആണ്. അപ്പൊ പിന്നെ ഞാൻ ഇടയ്ക്ക് അങ്ങനെ ബുക്ക് ഇട്ട് കൊടുത്തു. ഇയാള് പറ്റിച്ചോണ്ടിരിക്കുകയാണ് ആൾക്കാരെ. ഞങ്ങളിതാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആൾക്കാരെ പറ്റിക്കണത് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാശ്. അതെ. അതെ, ഇപ്പൊ ശരത്തിന് ഇപ്പൊ വരുന്ന കുറെ പിള്ളേരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ യൂട്യൂബർ ആവുക. പക്ഷെ ആൾക്കാരെല്ലാം വിചാരിച്ചിരിക്കുന്നത് എന്തോ പണിയെടുക്കാതെ കിട്ടുന്ന ഒരു സാധനമാണ്. ഇപ്പൊ പിള്ളേരൊക്കെ യൂട്യൂബർ ആവാന്ന് കിട്ടുന്ന ഫെയിം കാണുമ്പോ അവർക്ക് അവരെ പണ്ടത്തെ പോലെയൊന്നുമല്ല സിനിമ ആരാധിക്കുന്ന അതേ രീതിയിലാണ് യൂട്യൂബ് ചെറിയ പിള്ളേരുകള് കാണുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു 5 വയസ്സുള്ള പയ്യനൊക്കെ നമ്മൾ ഇതാണ് പറയുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനൽ പുച്ഛിച്ചൊക്കെ കളയും. അവർക്ക് ഭയങ്കര അവൻ 5 വയസ്സുള്ള LKG പഠിക്കുന്നൊക്കെ പറഞ്ഞ പല ആൾക്കാരും എനിക്ക് മനസ്സിലാവില്ല. അവർക്ക് ഇത്ര വ്യൂ ഉണ്ട്, ടി സീരീസ് ആണ് ഇന്ത്യയിൽ ഇത്ര വ്യൂ ഉള്ളത്. അവൻ പറയുന്നത് കേട്ടിരുന്ന് പഠിക്കുക. അവരെ പണിയെടുക്കണോ വേണ്ടതെന്നുള്ളതല്ല, അവരെ ഫെയിമും
ആ ഒരു സംഭവമാണ്. പണ്ട് സിനിമ ശരത്തിന് എങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് ഫാൻസ് ഒക്കെ ദൂരെ നിന്നൊക്കെ വന്ന് കാണാറുണ്ടോ? വീട്ടിൽ വരും, പിള്ളേരൊക്കെ വരും. പിന്നെ ഇപ്പോ ഇൻസ്റ്റയിൽ ആക്റ്റീവായ യങ്സ്റ്റേഴ്സ്, നമ്മുടെ യൂട്യൂബിൽ കൂടുതലും കുട്ടികളും ഇത്തിരി ഏജ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യാം യൂട്യൂബ്. ഇൻസ്റ്റയില് ഒരു നമ്മുടെ ഏജ് കൂടുതൽ. അപ്പൊ ഇൻസ്റ്റയിലെ വീഡിയോസ് വെച്ചിട്ടാണ് ആ ഒരു ഏജ് കാറ്റഗറി വരാം. കുട്ടികളെല്ലായിടത്തും, പിള്ളേർക്ക് എല്ലായിടത്തും അറിയാം. അപ്പൊ ഇങ്ങനെ സ്കൂൾ ബസ് ഒക്കെ പോകുമ്പോ വിളിക്കും. ഞാൻ ആദ്യം പേടിച്ചു ലൈൻ ബസ് പോകുമ്പോ അവിടെ സ്കൂളുണ്ട്. അപ്പൊ ഞാൻ ഫിഫ ചെയ്തപ്പോഴാണ് എന്റെ വീട് അവിടെയാണ് അറിയണേ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര്. പിന്നെ കുറെ പിള്ളേര്, നാട്ടിലെ പിള്ളേരൊക്കെ ഇങ്ങനെ ചേട്ടൻ്റെ വീടിന്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സിനെ കൂട്ടി വരും. അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് പടമൊക്കെ വരച്ചു തരാറുണ്ടോ? പടം ഇൻസ്റ്റയില് അയച്ച് ടാഗ് ചെയ്തിടാറുണ്ട് ഇനീഷ്യലി. ഇപ്പൊ അങ്ങനെ ആരും വരച്ചില്ല. പഴയ കാലം ഓർമ്മ പറഞ്ഞല്ലേ? പഴയൊരു ഇടയ്ക്ക് മോട്ടിവേഷൻ. പണ്ട് ഞാൻ മൂത്രമൊഴിക്കുമ്പോ പുറത്തിറങ്ങുമ്പോ ലൈറ്റിന്റെ ഇവിടെ കണ്ട നിങ്ങൾക്കും കമ്പർച്ചിരി കഴിഞ്ഞപ്പോ നല്ലൊരു ഫെയിം ആയിരുന്നില്ലേ ആ സമയത്ത്? അപ്പൊ പുറത്തിറങ്ങുമ്പോ അപ്പൊ നമുക്ക് മോട്ടിവേഷൻ കിട്ടില്ലേ? അതാണ് ഉദ്ദേശിച്ചത്. മോട്ടിവേഷൻ കിട്ടില്ല, അതങ്ങനെ നല്ല സുഖിച്ചിരിക്കും. അത് പറഞ്ഞ ഞാൻ മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങുമ്പോൾ സിറ്റ് ഔട്ടിന്റെ അവിടെ ഇറങ്ങുമ്പോൾ ലൈറ്റ് ഉണ്ട്. അപ്പൊ ഇതുപോലെ റോഡിൽ കൂടെ പിള്ളേരൊക്കെ ഇപ്പൊ ഒച്ചയൊക്കെ പോകും. അപ്പൊ ഇവർക്ക് പുറത്തിറങ്ങാൻ വയ്യ. മറ്റേ മമ്മൂട്ടിയുടെ വീടിന്റെ വാതിക്കൊക്കെ ആൾക്കാർ നിൽക്കണ പോലെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ മേടിച്ചോണ്ട് വരുമായിരിക്കും. ശരത്തിന്റെ 4ാമത്തെ വർഷമല്ലേ 4th year യൂട്യൂബർ? 2025 ജനുവരി 1. എന്താണ് ശരത്തിന് അടുത്ത പ്ലാൻ? എന്താ? ഇങ്ങനെയൊക്കെ പോവാ. ഞാൻ ആരോടും പറയാറില്ല. ശരത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഷോർട്സ് ഉണ്ടാക്കുന്നത് വൈൻ പോലെ ഉണ്ടാക്കുന്നതാണോ, അതോ റോസ്റ്റ് ആണോ, അതോ ലോങ് ഫോർമാറ്റ് ചെയ്യുന്നത്? റോസ്റ്റിന് നല്ല എഫേർട്ട് ഉണ്ട്. അത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യൻ 2ന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അല്ല ആ സംഭവം. അപ്പൊ അത് അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 40 മിനിറ്റ് വീഡിയോ ആയിട്ടിട്ടെ. അപ്പൊ ഇത് സിനിമയുടെ പോർഷൻസ് കാണിച്ചിട്ട് നമ്മൾ അതിന് റിയാക്ട് ചെയ്യാണ്. അപ്പൊ അത് എഡിറ്റ് ചെയ്യാൻ ഒരു 14 മണിക്കൂർ 15 മണിക്കൂർ എടുക്കും. ഒറ്റ സ്റ്റിച്ചിലിരുന്ന് 15 മണിക്കൂർ എഡിറ്റ് ചെയ്യണം. കട്ട് ചെയ്ത് ഇത് ചെയ്യണം. അതിന്റെ എഫേർട്ട് ഉണ്ട്. പക്ഷെ കിട്ടുമ്പോൾ നമുക്ക് വ്യൂസ് വരും, കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ എഴുതിട്ടോ ഇപ്പൊ ചെയ്താലോ ആലോചിക്കുന്നത്. ആക്ച്വലി നമ്മളിപ്പോ ഈ ചില ക്രിയേറ്റേഴ്സ് നമ്മൾ ക്രിഞ്ചാണ് അങ്ങനെ പറയുമല്ലോ. ഈ വീഡിയോ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ സ്റ്റിൽ ചെയ്യൂല. ഇല്ല, അനീതിക്ക് അന്ന് ഓൾമോസ്റ്റ് നിങ്ങൾ റെഗുലർലി ചെയ്തായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കേണ്ട അവസ്ഥയില്ല. അയ്യോ, അങ്ങനെയാണെങ്കിൽ നല്ലൊരു അവസ്ഥയായിരുന്നു. ഇക്ക ഇനി നാളെ തൊട്ടൊരു ശരത്ത് വേവ് പോയി ഇതിനെ കൊണ്ട് എല്ലാരും തുടങ്ങും കേട്ടോ. ഇല്ല, ഞാൻ ഇപ്പൊ കൊറേ പേര് എന്നോട് ചോദിക്കും എന്താ ചേട്ടാ യൂട്യൂബിൽ ചെയ്യണ്ടേ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം. ഈ വീട്ടിന്റെ വീഡിയോ മാസ്റ്റർ ക്ലാസ് പോലത്തെ ഒരു സംഭവം. ഇല്ല, ഞാൻ കഴിഞ്ഞിട്ട് അതായത് ഇപ്പൊ ശരത്ത് ഇപ്പൊ 4 വർഷമായല്ലോ തുടങ്ങിയപ്പോ. 3 വർഷമായല്ലോ. ഇപ്പോഴത്തെ ശരത്തിന് എക്സ്ട്രാ ആയിട്ട് എന്താ? ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് ഇത്. ഡെയിലി ഇടണം, ഇത് എഫേർട്ടാണ്, അത് എല്ലാവരും മനസ്സിലാക്കണം. അതൊരു ബേസിക് സാധനമാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആടുത്ത് ചോദിക്കുമ്പോഴും പറയുന്ന ഒരു സാധനമാണ് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടണം എന്നുള്ളത്. ഇതെല്ലാം മനസ്സിലാക്കുന്ന കാര്യം നമുക്ക് നോർമലായിട്ട് അങ്ങനെ തോന്നണില്ലെങ്കിൽ നമ്മൾ ആ ഫീൽഡിലേക്ക് പോകണം. ഇത്ര വർഷം എക്സ്പീരിയൻസ് എന്തെങ്കിലും സ്പെഷ്യൽ പോയിന്റ് സീക്രട്ട്? അപ്പൊ പിന്നെ നമുക്ക് 3 വർഷം കളയണ്ടല്ലോ. നമ്മള് നാളെ തൊട്ട് ഡെയിലി ആയിട്ട് ഇട്ടാൽ ഷോർട്സിൽ കൺസിസ്റ്റൻസിയാണ്. ലോങ് വരുമ്പോ നമ്മുടെ കാണുന്ന ഓഡിയൻസിനെ പിടിച്ചിരുത്തണം, അത്രേ ഉള്ളൂ. പിടിച്ചിരുത്തണം. അത് എഡിറ്റ് സ്റ്റോറി ടെല്ലിംഗ് ആണ് അതിന്റെ മെയിൻ. നല്ല സിനിമകള് ചിലപ്പോ സിനിമയുടെ ബേസിക് സ്റ്റോറി ആയിരിക്കും, അത് നല്ല രീതിയിൽ എടുക്കുമ്പോ രസമില്ലേ? അല്ല, ആ സ്റ്റോറി ടെല്ലിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത്. ഞാൻ ലൈക്ക് ഈ ഓരോത് എഴുതുമ്പോ അതിനെന്താ കിട്ടുന്ന അപ്പൊ അങ്ങനെ എഴുതി പോവാ, അങ്ങനെയുള്ളൂ. അല്ല, അപ്പൊ ഈ 15 മണിക്കൂർ എഡിറ്റ് ചെയ്യാനിരുന്ന ഇന്ത്യൻ 2ന്റെ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതി
അത് എഴുതി എഴുതും. 40 സിനിമ ഫസ്റ്റ് സിനിമ ആണ്. ഓക്കെ സിനിമ കണ്ടിട്ട് പിന്നെ ഒന്നുകൂടി സിനിമ കണ്ട് എഴുതും. ഓക്കെ അതിന് ശേഷം ഷൂട്ട് ചെയ്യും. ഷൂട്ട് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ക്ലിപ്പ് ഉണ്ടാവും. അതിൽ നിന്ന് കട്ട് ചെയ്ത് സിനിമയുടെ പോർഷൻസ് ആഡ് ചെയ്ത് നല്ല പണിയാ. നമ്മള് 15 ഞാൻ അതിന് മുമ്പ് ഒരു ചന്ദനമഴയുടെ ചെയ്തിരുന്നു. ഇപ്പൊ ചന്ദനമഴ വൈറലാണല്ലോ. കുറെ പേര് പറഞ്ഞിട്ട് അത് റോസ്റ്റ് അതിന്റെ ഒരു ചെയ്തിരുന്നു. അപ്പൊ അത് 23 എപ്പിസോഡിൽ നിന്ന് ഉണ്ട് മൊത്തം. 23 എപ്പിസോഡ്. അപ്പൊ അതില് ആദ്യത്തെ കുറച്ച് എപ്പിസോഡ് ട്രോളാണുള്ളതുള്ളൂ. പിന്നെ ജസ്റ്റ് സ്റ്റോറി. അപ്പൊ അത് ജസ്റ്റ് പറഞ്ഞു. ഇപ്പൊ പിന്നെ അതിനകത്തായി പോയി. അതിനെ എഡിറ്റൊന്നും ചെയ്യണ്ട. ചന്ദനമഴ ഫാനാണ്. അല്ല അത് കുറെ പേര് അത് ഇഷ്ടപ്പെട്ടു. അത് കുറെ പേർക്ക് ഇഷ്ടമാണ്. അമൃത ഇഷ്ടപ്പെടുന്ന ഇത് ഓടുന്നതാ. അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തില്ലെന്നേ ഉള്ളൂ. ഇന്ത്യൻ 2 ചെയ്തതിനേക്കാളും എഡിറ്റ് ചെയ്തതിനേക്കാളും എളുപ്പമായിരുന്നു അത് എഡിറ്റ് ചെയ്യാൻ. ചന്ദനമഴ എഡിറ്റ് ചെയ്യാൻ 30 മിനിറ്റ് കൂടി ഉണ്ടായുള്ളൂ. പക്ഷെ വ്യൂസ് കൂടുതൽ ചന്ദനമഴയ്ക്ക്. അത് ലൈക്ക് എഫേർട്ട് ഇട്ടെന്ന് വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ആൾക്കാർക്ക് ഏതാണ് ഇഷ്ടം അതോടുള്ളൂ. ഈ ചില സാധനങ്ങളൊക്കെ സർപ്രൈസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ആ ചന്ദനമഴ ഞാൻ ഇട്ടപ്പോ എത്ര ഓടുന്നു. കാരണം അതിന്റെ ട്രെൻഡ് ഒരു വിധം കഴിഞ്ഞു. പക്ഷെ സ്റ്റിൽ ഓടുന്നു. സെക്കൻഡ് പാർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ടൈം ഇട്ട് ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നോണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. താങ്ക് യു ശരത് ജോയ്. ഗ്രൂപ്പില്ലെന്നല്ലേ പറഞ്ഞത്? അനീസക്ക് ചന്ദന പിഴയാണ്. തെറാപ്പി സെക്ഷനാണ് കാണുന്നത്. നമ്മള് ജലത്തിന്റെ അടുത്ത് വന്ന് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞ് ജലത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ലൈക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. നിങ്ങൾ നൈസാണ്. യൂട്യൂബർ നിങ്ങൾ വിചാരിക്കാണ് നമ്മൾ ചെയ്തത് ശരിയാവില്ല. അതൊരു മൈൻഡ് സെറ്റ് ഞങ്ങളുടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഇല്ല, നമ്മള് കണ്ടന്റ് ചെയ്യുന്നതിന് ഈ സാധനം യൂട്യൂബില് ഒരു നമുക്ക് മടിയാണ്. നമ്മുടെ മടിയാണ് നമ്മുടെ. എനിക്ക് മറ്റേ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കുറച്ചാൾ മടി ഉണ്ടായിരുന്നു. ഞാൻ കുറെ നാള് വീഡിയോ ഇട്ടില്ല. അത് മടി ക്രിയേറ്റർ ബ്ലോഗ് അടുത്ത് എന്ത് ചെയ്യും എന്നുള്ളൊരു സാധനം. അതെങ്ങനെയാണ് മാറിയത്? അത് പിന്നെ 3 ആഴ്ച ഇട്ടില്ല. അതിപ്പോ ചന്ദനമഴ കിട്ടി. അത് കേട്ടില്ല എന്നുണ്ട്. കൊച്ചി ഭാഗത്ത് കണ്ടാണ് നമുക്ക് ബ്ലോക്ക്. ഇല്ല, നമുക്ക് ഉണ്ട്. നമ്മള് ഭയങ്കര ആൾക്കാര്. പിന്നെ ഞാൻ കൂടുതലും വീട്ടിലാണ്. പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. സത്യം. വീട്ടിൽ നിന്നാ കുറച്ചുകൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാനാണ്. ഞാനിപ്പോ ബാംഗ്ലൂരൊക്കെ പോയി കോമിക്സിനെ കാണുമ്പോ അവര് 6 മാസത്തിൽ ഒരിക്കൽ ഒരു വീഡിയോ ഇറക്കുന്നുണ്ടെങ്കിലും അവരെന്നും ഓപ്പൺ മേക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അവരെന്നും ഓപ്പൺ മേക്ക് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഒരു 50-60 പ്രാവശ്യം അവര് സാധനം റീറൈറ്റ് ചെയ്തിട്ടാണ് 6 മാസത്തിൽ ഒരിക്കൽ വീഡിയോ ഇറക്കുന്നത്. അല്ലാതെ അവര് 6 മാസത്തിൽ ഒരിക്കൽ വീഡിയോ ഇറക്കണതല്ല. അവര് 6 മാസത്തിൽ ഒരിക്കൽ ഇറക്കണുണ്ടെങ്കിലും അവര് ഡെയിലി വർക്ക് ചെയ്യുന്നു. അനീസൊക്കെ 7 വീഡിയോ ഇട്ട് സാധനം വർക്ക് പോയി. അതൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തു? ഞാൻ തിരിച്ചു നമ്മളെ വർക്ക് ശരിക്കും സമാചാരം കാര്യമായിട്ട് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യും. ഞാൻ ഗ്രൂപ്പിലാണ് കുഴപ്പമെന്നത്. അതായത് എനിക്കൊന്നും പണിയൊന്നുമില്ല. ഞാൻ വീട്ടിലിരുന്ന് ഈ പറഞ്ഞ ഞാൻ വീട്ടിലായിരിക്കുന്ന പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ഞാൻ ഇടയ്ക്ക് ജോലിക്ക് പോകും. ലീവ് എടുക്കണം. ഞാൻ വീട്ടിൽ ലീവ് എടുത്ത് ചുമ്മാ ഇരിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും ആവശ്യമില്ല. ഞാൻ എന്റെ ലീവ് ഓരോ വർഷത്തെ ലീവ് അളന്ന് കുറിച്ച് ഞങ്ങളൊക്കെ ജോലിക്കാതെ വീട്ടിലിരിക്കുന്ന ആളാണ്. ശരിക്കും ജോലിക്ക് പോയിട്ട് ലീവ് എടുക്കുന്ന ഒരു വ്യത്യാസമുണ്ട്. അതുണ്ട്. അന്ന് നമുക്ക് അങ്ങനെ എടുത്താണല്ലോ എനിക്ക് ഈടുള്ള ജോലി പോയത്. അല്ല ലീവ് എടുക്കുമ്പോഴാണ് പുള്ളി പ്രൊഡക്റ്റീവ്. മനസ്സിലായില്ലേ? സത്യം. ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ലീവ് എടുക്കുമ്പോൾ ഒരു ദിവസം ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എനിക്ക് അങ്ങനെ കുറെ സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് 8 ജോലിയും പോയി. അവന് ജോലി ദിവസത്തേക്കാൾ കൂടുതൽ സ്പെഷ്യൽ ദിവസമായി സ്പെഷ്യൽ അങ്ങനെ ഈ കണ്ടിട്ട് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ അടുത്ത പരിപാടിയാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ അതിന്റെ ഫോക്കസ് അങ്ങോട്ടേക്ക് പോകും. പിന്നെ നമ്മൾ അതിന്റെ പുറകെ പോകും. പിന്നെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ ഏതിലേക്കാ കണ്ടിട്ട് ഫോക്കസ് പോയത്? എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട്. ആ ശരി, ഞാൻ ഒരുപാട് കാര്യങ്ങൾ തലയിടുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ പോലെ നിങ്ങൾ തല മാത്രമല്ല ആദ്യം തലയിടുന്നത്. ഇൻസ്റ്റയിലുണ്ടെങ്കിൽ ബബിളൊന്നും കണ്ടിട്ടില്ല. ബമ്പിളിന്റെ പുറത്തായി കണ്ടിട്ടുണ്ട്. ബമ്പിളിനെ ഞാൻ കണ്ടിട്ട് പുറത്തേക്ക് ഇടുന്നത്.
ജോക്ക് മനസ്സിലാവുന്നില്ല. ഫാമിലി കണ്ടന്റ് പിടിക്കുന്നതാണ്. അതെ, സഞ്ജയ് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ നമ്മള് ഫാമിലി കണ്ടന്റ് ഡബിൾ മീനിങ് ചെയ്യാറുണ്ട്? പക്ഷെ യൂട്യൂബില് ഞാൻ കൂടുതലും കുട്ടികൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മളാ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആ വീഡിയോ മോം ഫോൺ പിടിക്കുന്നത്, അതൊരു ഫൺ പാട്ടാണ്. പക്ഷെ ചിലത് കമന്റ്സ് വന്നിരുന്നു ലൈക്ക് ഇങ്ങനെ കുട്ടികൾ കാണുന്നതല്ലേ എന്നുള്ളൊരു സംഭവം. കാണണ്ട അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എനിക്കത് മനസ്സിലാക്കി. കുട്ടികൾ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടന്റ് കാണാൻ വഴിയില്ലേ? അല്ല എന്തിനാ ആൾക്കാർ പേടിക്കുന്നത്? അല്ല അവര് എന്നെ ഫോളോ ചെയ്യണ്ടല്ലോ. അപ്പൊ ഞാൻ അങ്ങനത്തെ ഇടുമ്പോ പിള്ളേർക്ക് ഇഷ്ടമായിരിക്കും പുള്ളിയെ ഭയങ്കര. പക്ഷെ സത്യം പറഞ്ഞ പിള്ളേർക്ക് ഇതൊക്കെ അറിയാം, പിള്ളേർക്ക് ഇതൊക്കെ അറിയാം. അവരിത് കണ്ട ശരത്തേട്ടൻ ഇന്നലെ പറയും. എന്റെ ഫ്രണ്ട്സിന് ഈ സംഭവം ചിലത് മനസ്സിലാവില്ല. നമ്മുടെ ഏജിലുള്ള ഫ്രണ്ട്സ് ഈ ചില മീനിങ്സ് എന്നോട് ചോദിക്കും ഇത് എന്തിട്ടാണ്. പക്ഷെ അപ്പൊ അവരവരുടെ ബ്രദേഴ്സിനോട് അല്ലെങ്കിൽ അവരോട് അവര് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്നോട് കുറെ പേര്. ഇല്ല, പിള്ളേര് യൂട്യൂബ് കുറെ കാണുന്ന ആൾക്കാരുണ്ട്. അവരിപ്പോ ഒരു ജെൻസി കിഡ്സിന്റെ ഒരു അല്ല, ഇപ്പോഴത്തെ പിള്ളേർ അത് കാണോ ഇത് കേൾക്കോ എന്ന് പേടിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ അവർ എവിടെന്നെങ്കിലും കേൾക്കും. ബാരിയർ പൊളിച്ച് ഇന്റർനെറ്റ് ഒന്നും ഇല്ലാതെ ഇതൊക്കെ നമ്മുടെ ശരത് ജോയ് അന്ന് ഒരു അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു റീല് കണ്ടിട്ടല്ലല്ലോ ഇതൊക്കെ നമ്മള് വൃത്തികേറിട്ട് പിള്ളേർക്കത് മോശമാകുമെന്ന് ചിന്തിക്കണം. നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോ ഈ പിള്ളേരാണ് കണ്ട വൃത്തികേട് മൊത്തം നമ്മളെ വിളിച്ചത്. അത് നമ്മള് വല്ല കാട്ടു തെറിയൊക്കെ, അതായത് അടുത്തൊന്നും കേട്ടിട്ടില്ലാത്ത വെറൈറ്റി തെറിയൊക്കെ കേട്ടിട്ട് പ്രൊഫൈൽ നോക്കുമ്പോ ഇങ്ങനെ സ്കൂളിലൊക്കെ വെച്ച് എടുത്തൊരു ഫോട്ടോ ഒക്കെ ആയിട്ട് DP ഒക്കെ. 10 വയസ്സുള്ള ഒരു പയ്യൻ പ്രൊഫൈൽ കണ്ടപ്പോ ഞാൻ ചപ്പൻ മോനിട്ടായിരിക്കും ഭയങ്കര തെറി ടൈപ്പ് ചെയ്ത് അത് വോയിസ് എന്റെ പല്ല് പോയിരിക്കുന്നുണ്ടോ ഞാൻ നേരെ വിളിക്കാത്ത പാൽപ്പല്ല് പോയിട്ട്. നമ്മള് യൂട്യൂബിൽ ഇടുന്ന കണ്ടന്റ്സ് കൂടുതലും കുട്ടികളെ കാണാം. എല്ലാവരും ഇങ്ങനെ അവരെ ട്രോളിനെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞില്ലേ പൊട്ടിങ്ങി അല്ലെ, അവരാണ് കൂടുതൽ വ്യൂവർഷിപ്പ് നമുക്ക് തരുന്നത്. ഈ പറഞ്ഞ വീട്ടുകാര് ഇതിനൊരു നീ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണതിന് വീട്ടുകാര് സപ്പോർട്ടാണോന്ന് വെച്ചാ ഇത് വെച്ച് നിന്റെ കല്യാണം ആലോചിക്കും എന്ന് ചോദിക്കുന്നില്ലേ? ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അധികം ചോദിക്കാറുള്ളൂ. ഇപ്പൊ ഏതാ ചോദിക്കാറ് നിന്റെ കല്യാണം ആലോചിക്കാൻ? ഉണ്ടെങ്കിലും ലൈക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല അപ്പോളോ ടൈൽസിലെ ജോലിയാണ് അവർക്കല്ല ലൈക്ക് നിന്റെ കണക്കിന് സ്റ്റേബിൾ വരുമാനം അപ്പോൾ ടൈസിലായിരുന്നോ? അതോ ഇതാണല്ല ഇത് എത്രയാണ്? ഞാൻ പറഞ്ഞില്ല, അത് ഇങ്ങനെ ഡിപ്പെൻസ് ആണ്. ചില വീഡിയോസ് ഇപ്പൊ 1 lakh വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കൊരു 4,000 5,000 ഒക്കെ കിട്ടും. ഏറ്റവും കൂടുതൽ വരുമാനം വന്ന മാസം നമുക്ക് ഈ ചോദ്യം എല്ലാവരും ചോദിക്കാം. ബിഗ് ബോസ് കണ്ടൻസ് ചെയ്തു ഒരു റഫ്ലി ഫിഗർ പറഞ്ഞ 6 ഡിജിറ്റ് വന്നിട്ടുണ്ടോ? മന്ത്ലി 6 ഡിജിറ്റ് വന്നിട്ടുണ്ടോ? ഈ മഹാദേവ 6 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷം പേരും കിട്ടും. അതൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് പണ്ട്. അല്ല ഇൻസ്റ്റയിലൊക്കെ നമുക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ് ശരിക്കും ഏറ്റവും വലിയ വരുമാനം. ക്യാഷ് നമുക്ക് വേണ്ടാത്ത സമയം ഉണ്ടായിരുന്നു അല്ലേ ജോഞ്ചോ? അല്ല അപ്പൊ വെച്ച് കഴിഞ്ഞാൽ ആ ടൈമില് ഷോ ഒക്കെ കളയുമായിരുന്നു. വേണ്ടതൊക്കെ പ്രൊമോഷൻസ് കിട്ടാൻ ഈ ഇൻസ്റ്റയിലെ കൂടുതലും ഏജൻസികളാ, അവരായിട്ട് കമ്പനി ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊമോഷൻസ് കിട്ടും. ഹിന്ദി നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലേ, നമുക്ക് കണക്ഷൻസ് ഉണ്ട്. അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നമുക്ക് പ്രൊമോഷൻസ് ഇപ്പൊ ഏതെങ്കിലും ബ്രാൻഡിന്റെ ഒക്കെ പ്രൊമോഷൻസ് ഇങ്ങനെ ഏജൻസിനെ ഏൽപ്പിക്കാം. അപ്പൊ അവരാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ അവരായിട്ടൊരു ടൈപ്പ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് കിട്ടിയോളൂ. ചില ക്രിയേറ്റേഴ്സിനൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഈ ടീമിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ, അവർക്കൊക്കെ ഇങ്ങനെ എല്ലാ മാസവും വർക്ക് കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ ടീമിലൊക്കെ കേറിയാലാണ് ജോൺസ് പേടിച്ച് കട്ടലടി വെച്ചേക്കും. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് പുള്ളിയുടെ സ്റ്റാൻഡപ്പ് രസമാണ്. അവളോട് പിന്നെയും പിന്നെ ഇടാൻ കമന്റ്സിൽ കുറെ പേര് എന്ന് പറയുന്നുണ്ട്. അത് ഇടണം. അതല്ല സിൽവർ ബട്ടൺ. എന്റെ ഇനീഷ്യലി കുറെ കട്ട ചളിയാ. ഞാൻ അന്നിട്ട ചളി ഇപ്പൊ റീസെന്റ് പറയാമോ ചാനലില് നമ്മുടെ രമേശ് പിഷാരടി പറഞ്ഞിട്ടുണ്ടായിരുന്നു റീസെന്റ് മറ്റേ നിങ്ങൾ മറ്റേ മോട്ടിവേഷൻ സ്പീക്കർ ഇല്ലേ, മോട്ടിവേഷൻ നിങ്ങൾ ആരുടെയും കാര്യം പിടിക്കരുത്, അപ്പൊ നിങ്ങള്
ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നിങ്ങളൊരു തുമ്പിയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ തുമ്പി പറന്നു പോകും. അന്നേരം നിങ്ങൾ പൂന്തോട്ടം ഇരിക്കുന്നപ്പോൾ തുമ്പി ഇങ്ങോട്ട് വരും. അപ്പൊ അങ്ങനെ ആയിരിക്കണം മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ദയവ് ചെയ്ത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഞാൻ സ്റ്റാൻഡ് തുടങ്ങിയപ്പോഴാണ് വീഡിയോ 3 കൊല്ലം മുമ്പ്. ഞാൻ റീസെന്റ് കണ്ടപ്പോ അല്ല ഞാനത് പുള്ളി മറ്റേ സാധനം തന്നെ. ഇത് കുറെ കാലം കഴിയുമ്പോൾ മറന്നു പോകുന്നു. അല്ല എനിക്കത് അൺഎക്സ്പെക്ടഡ്ലി വന്നതാ ഷോർട്സില്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ വെച്ചാൽ ഇത് ഇപ്പോഴും മറക്കാം, അത് നല്ല വ്യൂസ് ഉണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നീ അപ്പൊ ചെയ്ത സമയത്ത് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അത്ര ഇതല്ല. ഈയിടെയാണ് ഒരു പ്രശ്നങ്ങളൊക്കെ അവരൊക്കെ റഡാറിൽ പറ്റും. ഞാൻ ചെയ്യുമ്പോ ഞാൻ അന്ന് ഇങ്ങനെ എന്നോട് യൂട്യൂബില് നമുക്ക് ഷോർട്സ് ആയതുകൊണ്ട് യൂട്യൂബ് നല്ല സപ്പോർട്ട് തന്നിരുന്നു ഷോർട്സിന് ആ ടൈമില്. അധികം ക്രിയേറ്റേഴ്സ് ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് ഈ പാർട്ട്ണർ മാനേജേഴ്സ് ഒക്കെ ആയിട്ട് സംസാരിക്കാം. അവർ നമ്മുടെ ചാനൽ അനലൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പൊ അവരെന്നോട് പറഞ്ഞത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വെയിറ്റ് ചെയ്യിപ്പിക്കുക. അതായത് ഇന്ന കണ്ടന്റ് വരാൻ വേണ്ടിയിട്ട്, അതായത് വെള്ളിയാഴ്ചകളിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ആണ് വരാം സ്കൂളിന്റെ, ശനിയാഴ്ചകളിൽ ഇങ്ങനെയാണ് വരാം. പക്ഷെ ഞാൻ രാവിലെ എനിക്ക് വീഡിയോ കഴിഞ്ഞിരിക്കുമ്പോ 4 മണിയാകുമ്പോ ഐഡിയ കിട്ടുമ്പോഴാണ് എടുത്തിടുന്നത്. നമ്മൾ ഡെയിലി ഇടാന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്തിരുന്നെങ്കിലും വർക്കായേനെ. ഇപ്പൊ ഈ പറഞ്ഞ സംഭവത്തിന് പണിയെടുക്കണം. ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന വീഡിയോസ് ചില ദിവസം ഇടണ്ടെന്നൊക്കെ വിചാരിക്കും, ഒന്നും കിട്ടുന്നില്ല. പക്ഷെ അങ്ങനെ ഇടുന്ന വീഡിയോ വൈറൽ ആവാറുണ്ട്. വിചാരിച്ചിട്ട് മടി പിടിച്ചിരുന്നിട്ട് ലാസ്റ്റ് 5 മണിയൊക്കെ ആകുമ്പോ എടുത്ത് ഷൂട്ട് ചെയ്തിടും. അല്ല നമുക്ക് എന്ത് കിട്ടണ്ടെന്നാണല്ലോ. അപ്പൊ നമ്മള് ചെയ്താൽ വൈറലാവും. എന്നിട്ടൊന്ന് ചെയ്യണം. അതാ ചെയ്യണം. ഒരു ഫുഡിന്റെ ഒരു വീഡിയോ തന്നെ, മൺഡേ ട്യൂസ്ഡേ എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടിട്ടുണ്ടോ? എന്റെ ആ സംഭവം ഞാൻ വെറുതെ ഇരുന്നപ്പോ ഈ വീഡിയോ കണ്ടപ്പോ ഇത് കൊള്ളാം. പക്ഷെ അത് അത്രയും വ്യൂസ് കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിനകത്ത് 15 മില്യൺ വ്യൂസ് കിട്ടി ഇൻസ്റ്റയില്. റീസെന്റ് അത് കുറെ ഈ തെലുങ്ക് ക്രിയേറ്റേഴ്സ് അവര് സെയിം സാധനം ഇട്ടിട്ട് നമ്മളെക്കാളും സപ്പോർട്ട് ലൈക്കും കമന്റ്സും ഒക്കെ അവർക്ക് കൂടുതൽ, വ്യൂസ് ഇല്ല, കമന്റ്സ് ഇതൊക്കെ. ഇപ്പൊ കൂടുതലും നമ്മുടെ ഓഡിയൻസ്, പുറത്തെ ഓഡിയൻസ് ഇത്തിരി കൂടി സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ, ലൈക്ക് പ്രോത്സാഹിപ്പിക്കും. എനിക്ക് ആ വീഡിയോ ഇട്ടിട്ട് എനിക്ക് ആഫ്രിക്കന്നൊക്കെ മലയാളം വീഡിയോ, ഇവിടെ ഫുഡ് കിട്ടൂടാ തെണ്ടി ആഫ്രിക്കന്ന് ചോറോ നൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അടുത്ത വീഡിയോ ഇടുമ്പോ ഒരു കമന്റ് സബ് ടൈറ്റിൽസ് കൊടുക്കും, മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇംഗ്ലീഷിൽ കമന്റ് കിട്ടുന്നത് UK എന്നൊക്കെ. ആ ഒരു വീഡിയോ ഓടിയപ്പോ അങ്ങനെ അൺഎക്സ്പെക്ടഡ്ലി ആണ് ചിലത് വൈറലാകാൻ ഉദ്ദേശിച്ചത്. അല്ല അപ്പൊ ഇങ്ങനെ നമ്മള് മടി പിടിച്ചിരിക്കുമ്പോ ഒരു 3 മണി 4 മണിയാകുമ്പോ കുറ്റബോധം കൂടും എങ്ങനെയാണ്? അതായത് അല്ല ഞാൻ കണ്ടന്റ് ആലോചിച്ചിരിക്കുന്നതാ. അപ്പൊ നമുക്കിങ്ങനെ ശനിപ്പോ 4 മണിക്ക് നമ്മളിപ്പോ കണ്ടന്റ് ആലോചിച്ച ഒരു ഐഡിയ വന്നു, പക്ഷെ അത് അത്ര കൺവിൻസിങ് ഐഡിയ അല്ല. അപ്പൊ വീണ്ടും ഇരുന്ന് ചിന്തിക്കും അല്ലേ? അത് കഴിഞ്ഞ് അവസാനം വേറൊരു ഐഡിയ ഇട്ട് കണ്ടപ്പോ അതങ്ങനെ എടുത്ത് ചെയ്യും. ഞാനിപ്പോ ഇൻസ്റ്റയില് അതായത് കിട്ടണ എല്ലാ ഐഡിയ അല്ല ഞാൻ പണ്ടെല്ലാം ചെയ്യുമായിരുന്നു. ഇൻസ്റ്റയില് ഇപ്പൊ ഇത്തിരി ചളിയിട്ട ഓടൂല. അപ്പൊ അത് ആലോചിച്ച് എങ്ങനത്തെ ഓടും, ലൈക്ക് വ്യൂസ് എങ്ങനെ വരും എന്നുള്ളത് ആലോചിച്ചിട്ട് നമുക്ക് ഇൻസ്റ്റയില് ചളിയിട്ട ഓടില്ല. എന്നിട്ട് ഈ പാവം മനുഷ്യനെ നിങ്ങൾ വെട്ടിയിട്ട കാരണം പറഞ്ഞ് എന്തോ ഭാഗ്യത്തിന് കയറി ഓടിയിടുന്നതാണ് നല്ലത്, മനസ്സിലായില്ലേ? അല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ലൈക്ക് ഒന്നും ഇല്ലാത്തതിനും ഭേദമുണ്ടോ? ഞാൻ ഉദ്ദേശിച്ച എന്റെ വീഡിയോസ് യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് അല്ല ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്നത്. ഇൻസ്റ്റയ്ക്ക് ഞാൻ വേറെ കണ്ടന്റ് ചെയ്യണേ. ചിലവർക്ക് അത് കഴിഞ്ഞിട്ട് ഓടുന്നവരുണ്ട്. ഇപ്പൊ ഹാഷ് അവർക്കൊക്കെ ഓടുന്നുണ്ട്. എന്റെ ഇൻസ്റ്റയിൽ ഓടുന്നത് യൂട്യൂബിൽ ഈ മറ്റേ മോം പിടിക്കണത് ഓടാറുണ്ട്, ഡബിൾ മീനിങ് വരുന്നത് ഓടാറുണ്ട്. അല്ലാതെ ഇപ്പൊ ഈ റിലേറ്റബിൾ സാധനങ്ങള് യൂട്യൂബില് പിള്ളേരാണല്ലോ, അപ്പൊ അവരത് കണ്ടിരിക്കില്ല. ഇൻസ്റ്റയിൽ വരുമ്പോ ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യും, അങ്ങനത്തെ ഒരു സാധനം വരുന്നുണ്ട്. ഇതിപ്പോ ഡെയിലി വർക്ക് ആകുമ്പോൾ പേഴ്സണൽ ലൈഫ് എങ്ങനെ പോകുന്നത്? നീ നിന്റെ മെജോറിറ്റി വർക്കും യൂട്യൂബും. രാവിലെ എത്ര മണിക്കായിരുന്നു നമ്മള് സാധാരണ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ തന്നെ ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ രാവിലെ ഓടാൻ പോകും, വർക്കൗട്ട്സ് അതൊക്കെ കഴിഞ്ഞ് സ്ക്രിപ്റ്റ് എഴുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ബിഗ് ബോസ് തുടങ്ങി മൊത്തം താളം തെറ്റി. രാത്രിയായിരുന്നു ഷൂട്ട്. ഷോ കഴിഞ്ഞിട്ട് അന്ന് നൈറ്റ് തന്നെ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതി രാത്രി 2 മണി 3 മണിക്കൊക്കെ ഇരുന്ന് ഷൂട്ട് ചെയ്യും, എഡിറ്റ് ചെയ്യും ചിലപ്പോൾ ഉറങ്ങിപ്പോവും. രാവിലെ ഒക്കെ ആകുമ്പോഴേക്കും ഇടും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഫോണില് ഐഫോണിൽ ഇൻഷോട്ടില് 40 മിനിറ്റ് വീഡിയോ ഒക്കെ
ഇനീഷ്യലി ഞാനത് 40 മിനിറ്റ് അല്ല, ഈ ബിഗ് ബോസിന്റെ ഒരു 20 മിനിറ്റ് ആ റേഞ്ചുള്ളൂ, 30. ഇനീഷ്യലി ചെയ്തപ്പോ ഫോൺ ഹാങ് ആവണ്. നമ്മളിതിനെ മൊത്തം കട്ട് ചെയ്ത് കൺവേർട്ട് ആവുള്ള. പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മളൊരു 6 മിനിറ്റ് 8 മിനിറ്റ് 10 മിനിറ്റ് അതില് ലോഡ് ആവുള്ളൂ. അത് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഹാങ് ആവും. ഐഫോൺ വരെ ഇന്ത്യൻ ജോലി എവിടെ ചെയ്തത്? ഫോൺ കൊണ്ട്. അപ്പൊ 6 മിനിറ്റ് 8 മിനിറ്റ് ഇട്ടിട്ട് പിന്നെ എവിടെ ചേർക്കും ഇതൊക്കെ? അതില നമ്മൾ ഓരോ പാർട്ടായിട്ട് എടുക്കും, എന്നിട്ട് അതെല്ലാം കൂടി ഔട്ട് ഒരുമിച്ചെടുക്കാൻ സീനില്ല. കട്ട് ചെയ്ത് വെക്കില്ലേ, അത് 10 മിനിറ്റ് വരുമ്പോ അതിൽ കുറെ പീസസ് തന്നെയില്ലേ, അപ്പൊ ഇതിന്റെ മെമ്മറിയില് ലോഡ് ആവണ എന്താ സംഭവം പറയൂ. അപ്പൊ ഞാനത് 8 മിനിറ്റ് ആയിട്ട് ആദ്യം കൺവേർട്ട് ചെയ്ത് വെക്കും. അപ്പൊ അതൊരു ഫയലാണല്ലോ, പിന്നെ അതിൽ ഹാങ് ആവില്ല. അങ്ങനത്തെ കുറച്ച് 10 മിനിറ്റ് 20 മിനിറ്റ്. പക്ഷെ ഇതുവരെ ഒരു ഐഡിയ തോന്നി കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ചെയ്യും, അല്ലാതെ വെറുതെ ക്യാമറ ഫ്രണ്ടിൽ ഓൺ ചെയ്ത് സംസാരിക്കൂല. കൊറേ നാള് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ക്രിപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഈ ഞാൻ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പൊ പറഞ്ഞതുപോലെ. പക്ഷെ എഡിറ്റിങ്ങിന്റെ ടൈമിൽ ഞാൻ പിന്നെയും പണിയെടുക്കണം. ഇപ്പൊ സിനിമ മൊത്തം കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ സിനിമയില് ഞാൻ സിനിമ കണ്ടിട്ട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ 2.5 മണിക്കൂർ എങ്ങനെ വരും വീഡിയോ വരും. അപ്പൊ അത് പിന്നെ പറഞ്ഞു വരുമ്പോ ഒരു 5 മണിക്കൂറൊക്കെ ടോട്ടൽ വരും. അപ്പൊ എനിക്ക് പിന്നെ പണി പിന്നെ അത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ മൊത്തം കണ്ടുപിടിക്കണം, ഏതാ ഡയലോഗ് നല്ലത് അങ്ങനെ കണ്ടുപിടിക്കണം. സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് ഡയലോഗ് നല്ലത് ഏതാണ് കിട്ടിയത് അത് കട്ട് ചെയ്ത് എടുത്താൽ പോരെ, പണി പകുതി കുറയും. അതാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് പണിയാണ്. ഞാൻ പറഞ്ഞില്ല, ഫിഫയുടെ ടൈം തൊട്ടാണ് ഞാൻ അങ്ങനെ വലിയ സ്ക്രിപ്റ്റുകൾ എഴുതി തുടങ്ങിയത്. ഡെയിലി എഴുതി അങ്ങനെ എഴുതാൻ പ്രശ്നമില്ല. ഡെയിലി ചെയ്യണമെന്ന് ഭയങ്കര വലിയ കാര്യമാണല്ലോ. ഡെയിലി നിന്റെ ലൈഫില് നീ പ്രധാന വർക്ക് ലോങ് റണ്ണിൽ നീ ഒരു കണ്ടന്റ് ക്രിയേറ്റർ തന്നെ കല്യാണം കഴിക്കുമോ? അത് അറിയില്ലല്ലോ, എല്ലാം വിധി. അല്ല, അങ്ങനെയാണ് സിക്കയ്ക്ക് താല്പര്യം ഉണ്ടോ? അങ്ങനെയാണ് സിക്ക ചർച്ചയുടെ ഷോർട്സ് ലോങ് പിന്നെ അങ്ങോട്ട് ഡെയിലി ഷോർട്സ് ഊരാനേ സമയമാണ്, ഇടാൻ സമയമാണ്. ഇങ്ങനത്തെ സാധനങ്ങൾ എവിടെ പാടാറുള്ളത്? അല്ല, നീ പറഞ്ഞത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നിങ്ങളിപ്പോ വീക്കെൻഡ് ഒന്നും ഇല്ലല്ലോ. അല്ലാതെ ഞാൻ പറഞ്ഞത് കപ്പിൾസിന് ഭയങ്കര റീച്ചാണ്. ബ്രോ മറ്റേ 50 മില്യൺ ഫസ്റ്റ് 50 മില്യൺ ഇന്ത്യയിലെ ഫസ്റ്റ് 50 മില്യണില് അടിച്ചവര്. അവരുടെ സ്പെഷ്യാലിറ്റി അവര് ഭർത്താവ്, ഭാര്യ, അമ്മായിയമ്മ, കുഞ്ഞ്, അവരുടെ ഫാമിലി. അത് കാണാൻ ലോകത്തിന്റെ അവിടുന്ന് മലയാളം അല്ലാത്തൊരു പ്രാവശ്യം അതിലേ പോയിട്ടൊരു കപ്പിൾ റീൽസ് ആയിട്ട് മലയാളത്തിൽ കേരളം ഒരു 3.5 മാക്സിമം. കേരളത്തിൽ അവരുടെ കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ മലയാളികൾ കുറെ ചീത്ത വിളിക്കുക. ലൈക്ക് ഈ അങ്ങനത്തെ പക്ഷെ അവർക്ക് നല്ല റീച്ചാണ്. കേൾബിജുവിന്റെ അല്ല പറഞ്ഞു, അങ്ങനെ കുറെ ചാനൽസ് അങ്ങനെ ഉണ്ടല്ലോ, അവർക്ക് ഇങ്ങനെ ക്രിഞ്ചാന്ന് തോന്നുന്നത് നമുക്ക് ക്രിഞ്ചായിട്ട് തോന്നും. എടുത്തു നോക്കുമ്പോൾ ചീത്ത വിളി. അവർക്ക് അതിൽ നിന്ന് റവന്യൂ കിട്ടുന്നുണ്ട്, അവർക്ക് അതിൽ നിന്ന് ഒരു ഫെയിം കിട്ടുന്നുണ്ട്. കപ്പിളായിട്ട് നൈസായിട്ട് കാണുമായിരിക്കും ആൾക്കാർ. കപ്പിൾസിന് നല്ല റീച്ചാണ്. വേറെ കുറെ സ്വപ്നങ്ങളുണ്ട്. പിന്നെ അല്ല, ഞാൻ ഇപ്പൊ ഇത് തന്നെയാണ്. കുറച്ച് കഴിയുമ്പോ എന്തെങ്കിലും വേറെ ആയിട്ട് പോണം. PSC പ്രായം 28 വരെ ഉള്ളൂ. സിവിൽ സർവീസ് ഒരു വർഷം 1000 പേരെ കണ്ടെടുക്കുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? അതിനനുസരിച്ച് ഒരു വർഷം എഫേർട്ട് ഇട്ട് പഠിക്കണം എന്ന് ഉദ്ദേശിച്ചത്. ലൈക്ക് നമ്മളിപ്പോ ഇങ്ങനെ ചളി പറഞ്ഞിരുന്ന നിങ്ങളൊരു ദിവസം ഇപ്പൊ ഇട്ടോണ്ടിരിക്കുന്ന എഫേർട്ട് ഭയങ്കര കൂടുതലാണ്. ഹിസ്റ്ററി അത് ഇഷ്ടമല്ല. എന്നെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ചെയ്ത് സോഷ്യല്ല. ഒരു മിഡിൽ ക്ലാസ് ഒരൊറ്റ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് യൂട്യൂബർ നല്ല കരിയർ സക്സസ്ഫുൾ ആയിട്ട് ഉണ്ടാകാൻ പറ്റും എന്നതല്ലേ ശരത്ത് വിശ്വസിക്കുന്നത്? പറ്റും, പണിയെടുത്താൻ പറ്റും. നമ്മള് ബേസിക്കലി അതായത് ഇപ്പൊ നമുക്ക് മെജോറിറ്റി ഒരുപാട്
ഒരുപാട് പേരുണ്ട് നമുക്ക് തോന്നും. സ്റ്റിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ക്രിയേറ്റേഴ്സ് കുറവായിരിക്കും. ഇത്രയും പണിയെടുക്കാൻ ആർക്കും ഒരു താല്പര്യമില്ല. പണിയെടുക്കാതെ ഫെയിം കിട്ടണം എന്നാണ് എല്ലാവരുടെയും. എന്തൊരു പണിയെടുക്കാതെ യൂട്യൂബില് ഫെയിം ആവുന്ന ആളുകളുണ്ട്. അതെങ്ങനെ അങ്ങനെ ഒരാളെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ലക്കിലൊരു സാധനം. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഈ സ്റ്റാൻഡപ്പ് കോമഡി കാണുന്ന ഇപ്പൊ ബസ്സി എന്ന് പറയുന്ന ആള് 2 വർഷത്തെ ഒരു വീഡിയോ ആണ് ഇറക്കുന്നത്. ആ വീഡിയോന് 10 മില്യൺ 15 മില്യൺ കിട്ടുന്നുണ്ട്. പക്ഷെ പുള്ളി എന്നും ഓപ്പൺ മൈക്ക് ചെയ്യുന്നുണ്ട്, പുള്ളി ഇന്നും എഴുതാനിരിക്കുന്നുണ്ട്, എന്നും എഴുതി കൊണ്ടുവന്ന് അത്രയും ക്വാളിറ്റി കൊണ്ടുവരുന്നതുകൊണ്ടാണ് ആ സാധനം അങ്ങനെ അടിച്ചു കയറുന്നത്. ബിജു ബ്രോന്റെ സീനിൽ ആളൊരു ബസ് ഡ്രൈവർ ആയിരുന്നു. ലോക്ക്ഡൌണില് ഇത് നിർത്തി കഴിഞ്ഞപ്പോ ഇങ്ങനെ വീഡിയോസ് ചെയ്തു തുടങ്ങിയതാ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ തന്നെ മെയിൻ ആളായി. 5 കോടി സബ്സ്ക്രൈബേഴ്സ്. എല്ലാവർക്കും ഇത് പണിയെടുക്കാതെ നന്നായ വല്ലവരെയും അടുത്ത ഗസ്റ്റ് ആയിട്ട് വിളിക്കാനാ. ഉള്ള പണി കളഞ്ഞിട്ട് ഫുൾ ക്വസ്റ്റ്യൻ കേക്ക് നന്നായി. പണിയെടുക്കാതെ നമ്മളതാണ് ഈ ഇന്റർവ്യൂ കൊടുത്തത്. എന്തെങ്കിലും ഒരു ട്രിക്ക് കിട്ടുമോ? പണിയെടുക്കാൻ പ്ലാനില്ല. അങ്ങനെ ഒരാളെ കിട്ടിയ നമ്മളടുത്ത ഗസ്റ്റ് ആളെ പണിയെടുക്കാണ്ട് കിട്ടിയാലത് നിക്കില്ലല്ലോ. ശരിയാണ്, നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ, നിക്കാത്തത് കൊണ്ടായിരിക്കും. ഈ ലോക്ക്ഡൌണിന്റെ ടൈമിലൊക്കെ ചാനൽസ് ഉണ്ടായവര് വെറുതെ ഈ ഫാമിലി വ്ളോഗ്സ് ഒക്കെ ക്ലിക്ക് ആയി പോയിട്ടുണ്ട്. ഇയാൾക്ക് ലോക്ക്ഡൌണിൽ ഭയങ്കര വ്യൂസ് ആയിരുന്നു. പക്ഷെ എന്തും പക്ഷെ ലോക്ക്ഡൌണിലല്ലേ കാര്യമുള്ളൂ. നമ്മളെ ഇതൊരു ഇപ്പൊ എന്ത് വീഡിയോസ് എടുക്കണമെങ്കിലും എഫേർട്ട് ഉണ്ട്. പക്ഷെ നമ്മളത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാക്കണേ, എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്, നിങ്ങൾ ഇപ്പൊ ഈ ആഷിറിന്റെ ഒക്കെ സാധനം കാണുമ്പോ അവര് 4 പേര് വന്ന് ഷൂട്ട് ചെയ്ത് പോകുന്ന പോലെ തോന്നും അല്ലെ? പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ഇന്റർവ്യൂ പോലെ പുള്ളിയോട് പറഞ്ഞ് ഞാൻ കേട്ടാ, പുള്ളി ഉച്ചയ്ക്ക് ശേഷം ഫാദറിനോട് വർക്കിന് പോകണം. രാവിലത്തെ ഫസ്റ്റ് പ്രയോറിറ്റി ഒരുമിച്ച് കൂടുക, കണ്ടന്റ് ഉണ്ടാക്കുക, കണ്ടന്റ് ഷൂട്ട് ചെയ്യുക, എഡിറ്റിന് കൊടുക്കാൻ എഡിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇതിന് പോകുന്നു, അത് കഴിഞ്ഞിട്ട് പുള്ളി വർക്കിന് പോകുന്നു. ഒരു ഗ്യാങ് കിട്ടണം, ലൈക്ക് നമ്മുടെ അതേ മൈൻഡ് സെറ്റ് ഉള്ള ഞങ്ങളുടെ അല്ല അതങ്ങനെ ചെയ്യണ ഒരു ഗ്യാങ് കിട്ടി കഴിഞ്ഞപ്പോ ഗ്യാങ്ങുകളാണ് ഇപ്പൊ കൂടുതലും. ഇപ്പൊ എനിക്ക് തന്നെ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോ ചിലപ്പോ അത് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു സാധനം കിട്ടും, പക്ഷെ ഞാൻ ഓൾറെഡി 4 ക്യാരക്ടേഴ്സ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എനിക്കത് അവിടെ അടിക്കാൻ പറ്റില്ല, സ്ക്രിപ്റ്റിലുള്ള എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു നാച്ചുറാലിറ്റി ഇത്തിരി കുറയും. ലൈക്ക് ഈ മറ്റ് ക്യാരക്ടേഴ്സ് അത് മിസ്സാവും. ചിലത് സ്പോട്ടിൽ വരും, പക്ഷെ അത് എടുക്കണമെങ്കിൽ ഞാൻ 4 പേരുടെയും സിങ്ക് ചെയ്യിപ്പിക്കണം. അപ്പൊ പിന്നെ എനിക്കത് പിന്നെയും പണിയായതുകൊണ്ട് പിന്നെ എന്നും ഇടണമല്ലോ, അന്നു തന്നെ പോസ്റ്റ് ചെയ്യണ്ടേ. ഈ തമാശ നാളത്തേക്ക് വെക്കാൻ പറ്റത്തില്ല. ഇല്ല, സാധാരണ അപ്പൊ ഇങ്ങനെ ബ്ലോഗ് ഒക്കെ വരുമ്പോ അടുത്ത് സംസാരിക്കുന്ന ക്രിയേറ്റർ അതുപോലത്തെ ഒരു സാധനം ബ്ലോക്ക് വരുമ്പോ ഡോക്ടറെ കാണുന്നു. സംസാരിക്കുന്നതൊക്കെ തന്നെ ഭയങ്കര ഒരു മോട്ടിവേഷൻ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ബോസിന്റെ ടൈമില് ടൈമേ ഉണ്ടായില്ല, ആരോടും ഉണ്ടാറില്ലായിരുന്നു. 3 മാസം. സ്വാഭാവികം, നമുക്ക് ഊഹിക്കാം. ഇനി അടുത്ത സീസണിൽ എങ്ങനെ തന്നെ ചെയ്യും? ചെയ്യുമായിരിക്കും, ചെയ്യണമായിരിക്കാം. അത് ആ ടൈമിൽ ഇപ്പൊ എന്താണോ പറയാൻ പറ്റില്ല. ഇത് മറ്റേ മോഹൻലാൽ പറയുന്ന പോലെ സ്വാഭാവികമായി നടന്നു പോകുന്നതാണല്ലോ, അതങ്ങനെ പ്ലാൻ ചെയ്ത്. ഞാനിപ്പോ ബിഗ് ബോസിനാണെങ്കിൽ പ്ലാൻ ചെയ്തൊന്നുമല്ല, അൺഎക്സ്പെക്ടഡ്ലി തുടങ്ങിയ ട്രിപ്പ് വന്ന് സ്റ്റാർട്ട് ചെയ്താ 3 ദിവസം ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ചെയ്യണതാ. ഇപ്പൊ യൂട്യൂബ് ചാനൽ അങ്ങനെ തന്നെയാണല്ലോ, 1 സ്റ്റാർട്ട് ചെയ്ത് ഡെയിലി ഇടണം എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഈ മൈൻഡ് സെറ്റിൽ എന്ത് പണി ചെയ്താലും വിജയിക്കുന്നില്ല. ഞാനിപ്പോ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പിലും അത്ര ഒന്നും ചെയ്യണില്ല. ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ വേറെ ഉള്ളമാര് പണിയെടുക്കണമാര് പെട്ടെന്ന്, കാരണം പണിയെടുക്കുന്നവന്മാര് ഭയങ്കര കുറവാണ് ഈ ലോകം, അതാണ് സത്യം. നല്ല പണി എടുക്കുന്നവരില്ല. ഏതൊരു എത്ര പണിയെടുത്ത ലക്ക് വരും. സത്യം. തീരെ പണിയെടുത്ത 45-ാമത്തെ ദിവസമല്ലേ കയറിയുള്ളൂ. നിങ്ങൾ 30-ാമത്തെ ദിവസം വരെ ഇട്ടിട്ട് എനിക്ക് ലക്കില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല. ചോദിക്കാൻ പറഞ്ഞെടുക്കും. പറഞ്ഞ പോലെ തന്നെ ചെയ്യ്, വെറുതെ ചെയ്യ്, അതൊന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മള് വേറെ വർക്ക് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, വെറുതെ ഇരുന്നിട്ട് വീഡിയോ കേറില്ല. അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ കുറെ പേർക്ക് അങ്ങനെയുണ്ട്. ഞാൻ ഇതിട്ട് കഴിഞ്ഞാൽ
4 ദിവസം ഇട്ടിട്ട് പിന്നെ അതിന് ഒട്ടും ഞാൻ ചിലപ്പോ 45 ദിവസം ചിലപ്പം വർക്കാവുമായിരിക്കും. സാധ്യതയില്ല. എനിക്കെന്താ ഒരു സാധ്യതയില്ല. 3 കൊല്ലമായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന സെറ്റല്ലേ ഇപ്പോഴും ചെയ്യണേ. അപ്ഡേറ്റഡ് ആവാന്നുള്ളതേ ഉള്ളൂ. ലൈക്ക് കറന്റ് എന്താണോ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന മോഡലല്ലേ ഇപ്പൊ ചെയ്യുന്നത്. ഒരു മാറ്റം നമ്മൾ കൺസിസ്റ്റന്റ് ആയി ചെയ്യുമ്പോ തന്നെ മാറി മാറി വരും. ആദ്യത്തെ നന്നാവില്ലെന്ന് അറിയത്തില്ല, പിന്നെ എങ്ങനെ മാറ്റും. ലൈക്ക് ചാനലിലെ ഇത് നിങ്ങക്ക് അന്നൊരു ഇതുണ്ട്, ഇത് ചെയ്തേ പറ്റൂ. നിങ്ങളാണ് മൈൻഡ് സെറ്റ്. ഇന്ന് ചെയ്യണ്ട നാളെ ചെയ്യാം ആ ഒരു മൈൻഡ്. പിന്നെ ഇത് നല്ലത് വരട്ടെ, ഇതിന് നല്ലത് വരും. ഈ സാധനം കഴിച്ച് ചില ആൾക്കാർ ഈ ബി യുവർ ഓൺ ബോസ് ആവരുതെന്ന് അല്ലേ? നമ്മൾക്ക് പ്രഷർ വേണം. ചോദിക്കാനുണ്ടായിരുന്നു വളരെ ഇതോടുകൂടി മനസ്സിലാക്കി ഇയാള് ചോദിച്ചോണ്ടിരിക്കും. ഞാൻ ഒന്നാമത് തീരുമാനിച്ചു ഇതൂടെ അടിക്കുന്നു, പോയി കിടന്നുറങ്ങണം, നാളെ തൊട്ട് വീഡിയോ ഇതാണ് ഏറ്റവും പ്രശ്നം. എന്താ പറയുക, ഈ നാളെ തൊട്ടിലാണ് കംപ്ലീറ്റ് കിടക്കണേ. ഇപ്പൊ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ നടക്കും. അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ എപ്പോഴും നമ്മളുടെ ഏകദേശം ഒരേ ചിന്താഗതിയുള്ളവരാണ്. ഇതൊരു ഗസ്റ്റ് വരുമ്പോ വേറൊരു ചെയ്യാൻ പറ്റും. നമുക്ക് ഗസ്റ്റുകളെ കൂടുതൽ പങ്കെടുപ്പിക്കാം. നമ്മുടെ പോഡ്കാസ്റ്റ് ഇങ്ങനെ 45 ദിവസം. എനിക്ക് ശരിക്കും കുറ്റബോധം അടിച്ചു ഭയങ്കരമായിട്ട്. ഞാൻ ഇത്രയും യൂട്യൂബേഴ്സ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ടിട്ടില്ല. ഞങ്ങൾ ഗ്രൂപ്പിൽ ചേരും പ്ലീസ് പ്ലീസ്. അല്ലേ അതെ, നമ്മുടെ ഗ്രൂപ്പിൽ ഹാർഡ് വർക്കിംഗ് ആളുകൾ ആവശ്യമുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലല്ല, നമ്മുടെ കൂടെ ഗ്രൂപ്പിൽ ചേരാൻ. നമുക്ക് അതെ. ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ചെറുജോയ്, സന്തോഷം, സ്നേഹം. നിങ്ങളുടെ ചാനല് എന്നായാലും നിങ്ങൾ ചെയ്യുന്ന ഒരു റിസൾട്ട് വരും. നമ്മൾ ആവശ്യത്തിന് കൺസിസ്റ്റന്റ് പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. 45th എപ്പിസോഡ് നമ്മളിപ്പോ 45 ദിവസം നമ്മുടെ 45ാമത്തെ നമ്മുടെ ആദ്യം 21ാമത്തെ എപ്പിസോഡായിരുന്നു അല്ലേ? ഇത് 45 എന്തായാലും കയറും. 45 കയറട്ടെ. ഇതിപ്പോ 33 എപ്പിസോഡായി. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ മറ്റേ 100K സെലിബ്രേഷൻ വിളിച്ചോളൂ. തീർച്ചയായിട്ടും അറിയില്ല. നമ്മൾ എത്ര ഉണ്ടാവുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഇന്നത്തെ ഒരു സമയത്ത് നിങ്ങൾ ഷോസ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഷോസ് നമുക്ക് ഈ പറഞ്ഞ ഏറ്റവും അല്ല അതില് ചെയ്താൽ മതി. അതിന്റെ ഇതായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അല്ല, നമ്മുടെ ഷോ ചെയ്യുന്നുണ്ട്. അതിപ്പോ ഇത് ഈ പറഞ്ഞ പോലെ ആൾക്കാർ അറിയുന്നില്ലല്ലോ. നമ്മൾ അവിടെ പോയി ഷോ ചെയ്യാൻ വിളിച്ച് നമ്മളിപ്പോ ചിലപ്പോ ഒന്നിടവിട്ടൊക്കെ കഴിഞ്ഞ തിരുവനന്തപുരത്ത് ചെയ്ത ദിവസം അത് അങ്ങനെ നമുക്ക് കണ്ടന്റ് റിലീസ് ചെയ്യാനും പറ്റുമല്ലോ. സ്റ്റാൻഡേർഡ് ഷോ അങ്ങനെ പുറത്തു വിടാൻ പറ്റും. കംപ്ലീറ്റ് ചെയ്താൽ ഇടാൻ പറ്റും. എക്സ്ക്യൂസസ് ആണ് ഇതൊക്കെ. Okay, see you soon. Thank you. Okay, thank you, Sharan. Thank you.